കിട്ടിയോ? കിട്ടില്ലേ? യെസ് യെസ്. ഓക്കെ, നമ്മള് ഇത് ഒന്നുകൂടിയൊക്കെ വായിച്ചു നോക്കും. ഇപ്പൊ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ തരുമ്പോ അതെവിടെയാന്ന് ഒന്നുകൂടി വായിച്ചു നോക്കാനായിട്ട് നമ്മള് കുറച്ചുകൂടി സമയം കണ്ടെത്തുമല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ഒന്നുകൂടി നമ്മളുടെ മനസ്സിലൊക്കെ കയറും. അപ്പൊ അതിനോട് വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ നമ്മൾ തന്നുവിട്ടത്. നമ്മളിപ്പോ എടുത്തോണ്ടിരിക്കുന്ന ചാപ്റ്റർ ഏതാ? 5 ക്വസ്റ്റ്യൻസ് എല്ലാവരെയും കറക്റ്റ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു കേട്ടാ. ചെയ്തല്ലോ അല്ലേ? ഓക്കെ. പിന്നെ നമ്മൾ എടുത്തോണ്ടിരുന്ന ചാപ്റ്റർ ഏതാണെന്നൊന്ന് പറഞ്ഞേ. ചൈൽഡ് ഡെവലപ്മെന്റ് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് അല്ലെ? ചൈൽഡ് ഡെവലപ്മെന്റും ഗ്രോത്തും ആണ് അല്ലെ? ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് റിലേറ്റഡ് ആണ്. നമുക്കറിയാം ഒരു കുട്ടിയുടെ വളർച്ച, ഫിസിക്കലായിട്ടുള്ള വളർച്ച ആളുടെ ഡെവലപ്മെന്റിനൂടി കാരണമാകണം. രണ്ടും ഒരുപോലെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടൊക്കെ പോകണം. ശരിക്കും അങ്ങനെയാണ് അല്ലെ? നമ്മളൊരു കൊച്ചു ജനിച്ചത് മുതൽ അത് വളർന്നു വരുംതോറും അതിന്റെ എന്താ പറയാ പല കാര്യങ്ങളിലും മാറ്റം വരുന്നു. ശാരീരികമായിട്ടുള്ള ഒരു വളർച്ച ഒരു പരിധിയാകുമ്പോൾ എൻഡ് ചെയ്യും എന്നുള്ളതും നമുക്കറിയാം. എന്നാൽ ബാക്കി ഡെവലപ്മെന്റ് ഇറ്റ്സ് അൺഎൻഡിങ് പ്രോസസ് ആണ്. അത് ഒരിക്കലും എന്താ പറയാ അവസാനിക്കുന്നില്ല, കണ്ടിന്യൂ ചെയ്തൊക്കെ പോകുന്നു എന്നുള്ളതാണ്. നമ്മളുടെ കുട്ടികളുടെ ഓരോ വളർച്ചയും നമ്മൾ കണ്ടവരാണ് അല്ലെ? ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നവരും ഉണ്ട് ഇതിനകത്ത്. ഒരു ചെറിയ കുഞ്ഞു വാവകളുള്ളവര് അവരുടെ ഓരോ മൂവ്മെന്റുകള്, അവരിങ്ങനെ ഓരോ മാസം കഴിയുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങള് അല്ലെ? ജനിച്ചു വീണ അതേ രീതിയിൽ തന്നെയല്ല പിന്നെ ഒരു 3-4 മാസമൊക്കെ കഴിയുമ്പോൾ നമ്മൾ അവരെ കാണുക. അതിനുശേഷം വീണ്ടും ഒരു വയസ്സാകുമ്പോ ആ ഒരു 3 മാസത്തിൽ കണ്ട രീതിയിലല്ല ഒരു വയസ്സാകുമ്പോ കുട്ടിയിൽ ഉണ്ടാകുക. ഒരുപാട് മാറ്റങ്ങൾ വരും. അതവരുടെ എന്താ പറയാ ബോഡിയിലുള്ള സ്ട്രക്ചറിലുള്ള ചേഞ്ചസ് മാത്രമല്ല ഉണ്ടാകുക എന്ന് നമുക്ക് അറിയാം. എന്തുകൂടി മാറും, അവരുടെ ഓരോ ബിഹേവിയറിൽ മാറ്റങ്ങൾ വരും. കുറച്ചുകൂടി വലുതായി കഴിയുമ്പോൾ കൾച്ചറിൽ മാറ്റം വരും അല്ലെ? സൊസൈറ്റിയിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളതിൽ ഒക്കെ അവര് ചിന്തിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങും. പണ്ടൊക്കെ ഓടി വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നവര് കുട്ടികൾ കുറച്ചുകൂടി കൺട്രോൾഡ് ആകും അല്ലെ? കുറച്ചുകൂടി ഉള്ളിലേക്ക്, പിള്ളേർ ഇപ്പൊ പറയുന്ന പേരാണ് അതിന്, എന്താ പറയാ ഇൻട്രോവേർട്ട് എന്നൊക്കെ, ഇങ്ങനെ ഉൾവലിയാൻ തുടങ്ങും അല്ലെ? കുറച്ച് അല്ലെങ്കിലും അതെ ചെറിയ പ്രായത്തിലൊക്കെ നമ്മൾ ഓടി നടന്നൊക്കെ കാണിച്ചു കൂടിയ കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ തന്നെയാണ് അങ്ങനെ ചെയ്തത് എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും അല്ലെ? അപ്പൊ നമ്മൾ കുറച്ചുകൂടി ഇൻട്രോവേർട്ടിലേക്ക് പോകും. നമ്മൾ ഒതുങ്ങി പോകാൻ നോക്കും. അതാണ്. അപ്പൊ ആ ഒരു ഫീലിംഗ് ആണ്. നമ്മൾ വളർന്നു അല്ലെങ്കിൽ നമ്മൾ സൊസൈറ്റിയിലാണ്, നമ്മളെ പോലെ മറ്റുള്ളവര്, അപ്പൊ അവരെന്ത് നമ്മളെ കുറിച്ച് തിങ്ക് ചെയ്യും അല്ലെ? അങ്ങനെയൊക്കെയുള്ള ചിന്തകളൊക്കെ വരുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള മാറ്റങ്ങൾ വരുന്നതും ഒക്കെ ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്. അപ്പൊ അതിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഈ ഗ്രോത്ത് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ചസ് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിറ്റില്, സൈസില്, അതുപോലെ തന്നെ ഹൈറ്റില്, അങ്ങനെയുള്ള ഒരു അളക്കാൻ പറ്റുന്ന ചില മെഷർമെന്റുകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണെങ്കിൽ ഡെവലപ്മെന്റ് നമുക്ക് അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റില്ല, മെഷർ ചെയ്യാൻ പറ്റില്ല. അതൊരു ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണ്. ക്വാളിറ്റേറ്റീവ് മനുഷ്യന്മാരുടെ ക്വാളിറ്റിയിലാണ് അവിടെ മാറ്റങ്ങൾ വരിക. അപ്പൊ സൈക്കോളജിസ്റ്റുകളായിട്ടുള്ള ക്രോയും അതുപോലെ തന്നെ ഹെർലക്കും എലിസബത്ത് ഹെർലക്കും ഒക്കെ നമ്മുടെ ഈ ഡെവലപ്മെന്റും ഗ്രോത്തും ഒക്കെ കുറിച്ചിട്ട് കുറച്ച് ഡെഫിനിഷൻസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു. അവിടെ വരെയാണ് നമ്മൾ എടുത്തത് അല്ലെ? നിങ്ങൾക്ക് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് പറയാമോ എങ്ങനെയാണ് നിങ്ങൾ ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റും ഗ്രോത്തും വാച്ച് ചെയ്തത്? ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റും അതിനെ കുറിച്ചിട്ട്? ഇപ്പൊ കൊച്ചു കുട്ടികളൊക്കെ ഉള്ളവരുണ്ട്, ചോദിക്കാണ്. നിങ്ങൾക്കൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ഹൗ യു നോട്ടീസ് ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഇൻ യുവർ ചൈൽഡ്? ഇപ്പൊ ചെറിയ കുട്ടികളുണ്ടായിരുന്നിട്ട് 1 വയസ്സ് വരെ എത്തി നിൽക്കുമ്പോൾ എന്ത് മാറ്റങ്ങളാണ് നിങ്ങൾ അവരിൽ കണ്ടേന്ന് നോട്ടീസ് ചെയ്ത ആരെങ്കിലും ഉണ്ടോ? അമ്മമാരാണല്ലോ കൂടുതൽ കുഞ്ഞുങ്ങളുമായിട്ട് ഇടപഴകുന്നത് അല്ലെ? അപ്പൊ ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ അങ്ങനെ നിങ്ങൾ നോട്ടീസ് ചെയ്തതായിട്ടുള്ള ചില ചേഞ്ചസ്? എന്തെങ്കിലും ഇന്ന കാര്യം ഉണ്ടായിരുന്നോ? കുട്ടി അത് ഇതായപ്പോ മാറി, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? മാം, എന്റെ മോൾക്ക് ഇപ്പോ 2 വയസ്സായി, ചെറിയ കുഞ്ഞിക്ക്. അപ്പൊ വലിയ കുട്ടികളൊപ്പം ഹൈഡ് ആൻഡ് സീക്ക് കളിക്കും, ഈ സാറ്റ് എന്ന് പറഞ്ഞിട്ട് 1 2 3 അങ്ങനെ. അപ്പൊ ഇപ്പൊ അവരൊക്കെ കളിച്ചിട്ട് എന്റെ മോളിപ്പോ 10 വരെ പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് 1 to 10 അവള് പറയുന്നുണ്ട് കളിക്കുമ്പോ. ഓക്കെ. അപ്പൊ നമുക്ക് അങ്ങനത്തെ ഒരുപാട് കുട്ടികളെ കാണാൻ പറ്റട്ടെ. ഇപ്പൊ ചെറിയ അധികം, അതായത് സ്കൂളുകളിലൊന്നും പോയിട്ടൊന്നുമില്ല, പക്ഷെ എങ്കിലും ഇന്ന് കുട്ടികൾ വളരുന്ന സാഹചര്യങ്ങളിലും വ്യത്യാസമുണ്ട്. പണ്ട് ഞങ്ങളൊക്കെ ജനിച്ചു വളർന്നപ്പോ ഉണ്ടായിരുന്ന സാഹചര്യങ്ങളല്ല, ഇതുപോലെയുള്ള ടെക്നോളജീസ് ഇല്ല,
മൊബൈൽ ഫോണുകളില്ല, നമുക്ക് വേറെ ഒന്നുമില്ല. അച്ഛനമ്മമാരിൽ നിന്ന് നമ്മുടെ വീടിനകത്തുള്ളവർ എന്തൊക്കെയാണോ കാണിക്കുന്നത് അതൊക്കെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്തു ഒക്കെയാണ് അല്ലെ, അവരെയൊക്കെ അനുകരിച്ച് അവരുടെ ചെരുപ്പെടുത്തുക, അവരുടെ ഉടുപ്പിടുക, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും എടുത്തിട്ട് നമ്മൾ സാരി ചുറ്റുക, ഇതൊക്കെയാണ് നമ്മൾ കാണിച്ചു കൊടുക്കുന്നത്. ആ കാലഘട്ടമൊക്കെ മാറി. ഇന്ന് കുട്ടികള് ഫോൺ എടുക്കുക, തുറക്കുക, അതിൽ കുറെ ആളുകൾ എന്താ പറയാ ഇങ്ങനെ യൂട്യൂബേഴ്സും മറ്റുള്ളവരൊക്കെ ഓരോന്നൊക്കെ കാണിക്കുന്നതും ഹലോ ഗായ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലെ, അങ്ങനെയൊക്കെ ചിന്തിച്ച് അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ പോകാൻ തുടങ്ങി കുട്ടികള്. വ്യത്യാസമുണ്ട് അല്ലെ. ഫോൺ തുറന്നു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു പിള്ളേരൊക്കെ വന്നിട്ട് എന്തൊക്കെയാ അവരുടേതായ രീതിയില്, കാരണം അവര് കാണുന്നത് വളർത്തുന്നത് അതാണ്. അപ്പൊ വളർച്ചയില് നമുക്ക് ഡെവലപ്മെന്റുകളും കൊണ്ടുവരുന്നത് കുറെയൊക്കെ നമ്മളുടെ എന്താ പറയാ എൻവയോൺമെന്റ്, നമ്മളുടെ എന്താ പറയാ ചുറ്റുപാടിൽ നിന്നും ഒക്കെ നമ്മള് കിട്ടുന്നതാണ് കുറെയൊക്കെ. പിന്നെ കുറെ ഇൻഹെറിറ്റൻസ് നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടുന്നത്, അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചത് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇനി അതിന്റെ അടുത്ത ഭാഗത്തേക്ക് പോകാം. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. എന്താണ് ഈ ഗ്രോത്തും ഡെവലപ്മെന്റും തമ്മിലുള്ള വ്യത്യാസം? ഈ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് നമ്മുടെ ചൈൽഡുമായിട്ട് ബന്ധപ്പെട്ടാണ് കേട്ടോ. കുട്ടികളുടെ വളർച്ചയും വികസനവുമാണ് ഉദ്ദേശിക്കുന്നത്. വളർച്ച വികസനം എല്ലാ മേഖലകളിലും ഉണ്ട്. കുട്ടികളുടെ വളർച്ച വികസനം, സാമ്പത്തികപരമായിട്ടുള്ള വളർച്ചയും വികസനവും ഒക്കെ ഉണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ഈ ടേം ഉപയോഗിക്കാം. പക്ഷെ ഇവിടെ നമ്മള് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത് ഡിഫറൻസ് ഇൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഇൻ ചൈൽഡ്, കുട്ടികളിൽ കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഫസ്റ്റ് വൺ. എന്താന്ന് നോക്കിയേ, എന്താണ് ഫസ്റ്റ് ഗ്രോത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് ഈസ് എ ചേഞ്ച് ഇൻ സ്പെസിഫിക് ആസ്പെക്ട് ഓഫ് അവർ ബോഡി ഓർ ബിഹേവിയർ ഓഫ് ദ ഇൻഡിവിജ്വൽ. ഒരു വ്യക്തിയുടെ, ഒരു മനുഷ്യരുടെ അല്ലെങ്കിൽ ഒരു വ്യക്തികളുടെ ഒരു സ്പെസിഫിക് ആസ്പെക്ട് ആണ്. ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിൽ ഉണ്ടാകുന്ന മാറ്റം, അല്ലെങ്കിൽ അവരുടെ ബിഹേവിയറിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേക വ്യക്തിയുടെ ബിഹേവിയറിൽ ഉണ്ടാകുന്ന ചേഞ്ച്, അതാണ്. എന്നുവെച്ചാൽ ഇങ്ങനെ നമ്മൾ വളരും തോറും നമ്മൾക്ക് നമ്മളുടെ പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ വരിക ചെറുതായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ബോഡിയുടെ ഏതെങ്കിലും ഒരു ആസ്പെക്ട്, ഏതെങ്കിലും ഒരു ബോഡി ആസ്പെക്ട് മാറുക, ഇതൊക്കെയാണ് ഗ്രോത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഓവറോൾ ചേഞ്ചസ് ആണ്. നമ്മുടെ ഈ ഗ്രോത്തിനോട് ഉൾപ്പെടെ തന്നെ എന്താ പറയാ ഇംപ്രൂവ്ഡ് ഫങ്ഷനിങ് ഓഫ് എ പേഴ്സണൽ ഓഫ് ആൻ ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിയുടെ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഫങ്ഷനിങ് ആണ്. ഇംപ്രൂവ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളായിക്കോട്ടെ, നമ്മുടെ സംസാര രീതിയിലായിക്കോട്ടെ, നമ്മളുടെ പെരുമാറ്റ രീതികളായിക്കോട്ടെ, എല്ലാത്തിലും കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്യുക അല്ലെ. അതായത് അതാണ് വളർച്ചയുടെ എന്താ പറയാ വികസനത്തിന്റെ ഇതിലേക്ക് വരുമ്പോ, വളർച്ച എന്ന് പറയുന്നത് വികസനത്തിലേക്ക് എത്തുമ്പോൾ അങ്ങനെയാണ് വരിക. നമ്മുടെ ശാരീരികമായ വളർച്ച, പിന്നെ ചില പെരുമാറ്റങ്ങളൊക്കെ മാറും എന്നുള്ളത് അല്ലാതെ ഡെവലപ്മെന്റിലേക്ക് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങളിലാണ് മാറ്റം. ഓവറോൾ ഇംപ്രൂവ്മെന്റ് ആണ്. വ്യക്തി മൊത്തത്തിൽ അങ്ങോട്ട് മാറുകയാണ്. മനസ്സിലായോ? ഒന്നാമത്തെ പോയിന്റ് മനസ്സിലായോ? രണ്ടും ഗ്രോത്തും ഡെവലപ്മെന്റും ക്ലിയർ ആയോ? ഒന്നുകൂടി ഒന്ന് പറയുവോ? ഒന്നുകൂടി പറയാം. അതായത് ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു നമ്മുടെ ബോഡിയിൽ നമുക്കറിയാം വളർച്ച. എങ്ങനെ വളർച്ച അളക്കുന്നേ? നമ്മൾ വളർന്നോ എന്നെങ്ങനെ അളക്കുക? നമ്മുടെ പ്രായത്തിന് അനുസരിച്ച് നമ്മുടെ ശരീരത്തിന്റെ ഓരോ സ്ട്രക്ചറിലും മാറ്റങ്ങൾ വരും ഇല്ലേ? അതായത് 1 വയസ്സാകുമ്പോ നമ്മുടെ ബോഡി സ്ട്രക്ചർ എന്താണ്, 2 വയസ്സാകുമ്പോ ഇതില് എന്തെങ്കിലും മാറ്റമില്ലാതെ കണ്ടാൽ അതിന്റെ അർത്ഥം ആ കുട്ടിയുടെ ശരീരത്തിന് അത്രയധികം വളർച്ച സംഭവിച്ചിട്ടില്ല, വളർച്ചയിൽ എന്തോ കുറവുണ്ട്, വളർച്ച കുറവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർമാരൊക്കെ പറയും ചിലപ്പോഴൊക്കെ അല്ലെ. കുട്ടികളെ കുറിച്ച് പൊക്കത്തിൽ കുറവുണ്ട്, കുട്ടി ഈ ആളുടെ ഏജിനനുസരിച്ച് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ആളുടെ ഉയരത്തിലേക്ക് വന്നിട്ടില്ല, വെയിറ്റ് അതുപോലെ തന്നെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് വന്നിട്ടില്ല അനുപാതികമായിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. അതാണ് നമ്മുടെ ഗ്രോത്ത്, നമ്മുടെ ബോഡിയുടെ ഏതെങ്കിലും ഒരു ആസ്പെക്റ്റിൽ ഉണ്ടാകുന്ന മാറ്റം. അപ്പൊ ആ വളർച്ച അനുസരിച്ച് നമ്മളുടെ എന്താ പറയാ ബിഹേവിയറും മാറും. വെച്ചപ്പോ 3, 4 വയസ്സുള്ള പെൺകുട്ടികള് ഒരു 10-12 വയസ്സൊക്കെ ആകുമ്പോഴേക്കും നമുക്കറിയാം ഇന്നത്തെ കാലത്ത്, നേരത്തെയൊക്കെ ആണെങ്കിൽ ഒരുപാട് നമ്മളൊക്കെ 10-10 ക്ലാസ്സിലേക്കൊക്കെ ആ വെക്കേഷനൊക്കെ ആകുമ്പോഴാണ് നമ്മള് ആരാകുക, ഒരു എന്താ പറയാ നമ്മളുടെ പീരിയഡ്സ് ഒക്കെ ആകുന്നതും അല്ലെ, നമ്മളുടെ മെനാർക്കൊക്കെ ആരംഭിക്കുന്നത് ആ സമയത്താണ്. നമ്മളുടെ ആരംഭമൊക്കെ ആ സമയത്തായിരുന്നു. പക്ഷെ ഇന്ന് കുറച്ചുകൂടി ഏർലി എന്താ പറയാ പീരിയഡ്സിലേക്കാണ് കുട്ടികൾ പോകുന്നത്. കുറച്ച് ഏർലി മീൻസ് അതൊക്കെ നമ്മളുടെ ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളും ചുറ്റുപാടുകളും ഭക്ഷണക്രമങ്ങളും ഒക്കെ തന്നെയാണ് അതിനൊക്കെ ഒരു പരിധി വരെ കാരണം എന്നാണ് പറയുന്നത്. അപ്പൊ പെൺകുട്ടികൾ എന്ത് ചെയ്യും? അതൊക്കെ നമ്മൾ ആ ഒരു ഏജ് ആകുമ്പോൾ അങ്ങനെ ആകുമ്പോഴേക്കും പെട്ടെന്ന് കുട്ടികളിൽ ബിഹേവിയറൽ ചേഞ്ചസ് വരും, ഇച്ചിരി മാറ്റമൊക്കെ വരും. ആ ശരീര വളർച്ചയാണ് ആ മാറ്റം കൊണ്ടുവന്നത്.
അതാണ് അവിടെ പറയുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആസ്പെക്ട് ഓഫ് ദ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ച്, അതാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. പക്ഷേ ഈ ശരീരത്തിന്റെ വളർച്ച അനുസരിച്ച് ആനുപാതികമായി തന്നെ ഇതുണ്ടാകും ഡെവലപ്മെന്റ്. ശരീര വളർച്ച ഉണ്ടെങ്കിൽ മാത്രമേ ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ എന്നാണോ? അല്ല, അതാണ് പോയിന്റിൽ വ്യത്യാസത്തിൽ തന്നെ പറയുന്നുണ്ട്. ശരീര വളർച്ച വേണമെന്നില്ല. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഒരുപാട് എന്താ പറയാ ഒത്തിരി സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആളുകൾ വരെയുണ്ട് അങ്ങനെ, അല്ലെ? എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും എന്താ പറയാ ഗിന്നസ് റെക്കോർഡ് തന്നെ നേടിയ ഗിന്നസ് പക്രു. ശരീരത്തിന് അധികം വളർച്ചയില്ല, പക്ഷെ എങ്കിലും ആളാരാണ്? പുലിയാണ്, അല്ലെ? എല്ലാ കാര്യങ്ങളിലും ഒത്തിരി ഒത്തിരി നല്ല കാര്യങ്ങൾ, ഒരു നല്ലൊരു ആക്ടറാണ്. ഒത്തിരി ഗുണങ്ങളൊക്കെ ആൾക്കുണ്ട്. ആളുടേതായ കഴിവുകൾ കൊണ്ട് ആള് ഗിന്നസിൽ വരെ റെക്കോർഡ് നേടി എന്നുള്ളതാണ്. അപ്പോ ആളുടെ ഡെവലപ്മെന്റ് അവിടെ സംഭവിച്ചിട്ടുണ്ട്, ഗ്രോത്ത് ഇല്ലെങ്കിലും. പക്ഷെ അതാണ്, അത് റിലേറ്റഡ് ആണ്. പക്ഷെ എങ്കിലും ചില ആളുകളിൽ നടക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ പ്രൊസീജിയേഴ്സിൽ ചിലപ്പോ അവരുടെ ശാരീരികപരമായിട്ടുള്ള ചില എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കൊണ്ടായിരിക്കാം അങ്ങനെ വരുന്നത്. എന്നാൽ ഗ്രോത്തിന് എന്താ പറയാ ഗ്രോത്ത് ഉണ്ടെങ്കിൽ മാത്രമേ ഡെവലപ്മെന്റ് ഉണ്ടാകാൻ പാടുള്ളൂ അന്ന് അങ്ങനെയില്ല. മനസ്സിലായോ? അപ്പൊ അതാണ്. അപ്പൊ ഓവറോൾ ഇംപ്രൂവ്ഡ്. അപ്പൊ നമ്മുടെ ഗ്രോത്തിനനുസരിച്ച് നമ്മുടെ ഓവറോൾ ഫങ്ഷനിങ്ങും മാറും. നമ്മൾ എല്ലാ രീതിയിലും മാറുന്നു. ഗ്രോത്ത് ഉണ്ടാകുന്നു. 5ാം ക്ലാസ്സിൽ ഇരിക്കുന്ന കുട്ടി ആയിരിക്കില്ല 10ാം ക്ലാസ്സിൽ വരുമ്പോ. ഒരുപാട് ചേഞ്ചസ് നമ്മൾ അതിന്റെ ഇടയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും. അതാണ് ഡെവലപ്മെന്റ്. ആള് ഒരുപാട് മാറി, ആളുടെ പെരുമാറ്റം മാറി, ആളുടെ കുറെ എന്താ പറയാ ഇങ്ങനെ ഉണ്ടായിരുന്ന സ്വഭാവമൊക്കെ മാറി, അത് മാറി, കുറെ ദേഷ്യം മാറി. കുറേയൊക്കെ നമുക്ക് ഇങ്ങനെ വായിച്ച് മനസ്സിലാക്കി എടുക്കാൻ പറ്റും കുട്ടികളിൽ നിന്നൊക്കെ. അതാണ്, കുട്ടികളിലാണല്ലോ നമ്മൾ ഇത് ആദ്യം കണ്ടെത്തേണ്ടത്, അല്ലെ? അപ്പൊ അതാണ് ഫസ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഒന്നാമത്തെ 2 പോയിന്റ് മനസ്സിലായല്ലോ, ഡെവലപ്മെന്റ് ഗ്രോത്തും. ഓക്കെ, അടുത്തത് എന്താണ്? നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്റ്റിൽ ഉണ്ടാകുന്ന മാറ്റമുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ച് ആണ്. ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് അളക്കാൻ പറ്റും. ഗ്രോത്ത് അതെ, ഇത്ര പൊക്കം വെച്ചു, ഇത്ര വെയിറ്റ് കൂടിയിട്ടാ, അല്ലെ? ഇത്ര എന്താ പറയാ ഉയരം വന്നിട്ടുണ്ട് ആൾക്ക്, അല്ലെ? അങ്ങനെയൊക്കെ നമുക്ക് പറയാം. പിന്നെ മാത്രമല്ല നമ്മുടെ ബോഡിയിനകത്ത് പല സെല്ലുകളൊക്കെ പുതിയതായിട്ട് രൂപപ്പെടും. വളർച്ചയുടെ ഭാഗമായിട്ടാണ് ന്യൂ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും, അല്ലെ? ഇപ്പൊ ഇവൺ നമുക്കറിയാം പല്ലൊക്കെ തന്നെ മെച്യൂരിറ്റി പല്ലൊക്കെ വരുന്നത് വിസ്ഡം ടൂത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരെണ്ണം വരും. അതൊക്കെ ഏത് വയസ്സിലാണ് വരുന്നത്? ഓർക്കുണ്ടോ? അതൊക്കെ വന്നത് ഓർക്കുണ്ടോ? 10-23 വയസ്സൊക്കെ ആവുമ്പോഴാ വിസ്ഡം ടൂത്ത് വരിക. എന്ന് വെച്ചാൽ അപ്പോഴും വളർന്നുകൊണ്ടിരിക്കുക. മനസ്സിലായല്ലോ? അപ്പൊ ഇങ്ങനെ എണ്ണം, ഇതൊക്കെ എണ്ണത്തിലാണ്. നമുക്ക് പൊക്കം 1 സെന്റിമീറ്റർ കൂടിയിട്ടോ, വണ്ണം എന്താ പറയാ വെയിറ്റ് ഒരു 5 കിലോ കൂടിയിട്ടോ അല്ലെങ്കിൽ 2 കിലോ കൂടിയിട്ടോ, കണ്ട ഇതൊക്കെ ക്വാണ്ടിറ്റിയാണ്. ക്വാണ്ടിറ്റി, എണ്ണം, മെഷർ ചെയ്യാൻ പറ്റുന്ന, എണ്ണത്തിൽ രേഖപ്പെടുത്താൻ പറ്റുന്ന ഒന്നാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ചേഞ്ചസ് ആണ് ഗ്രോത്തിൽ ഉണ്ടാകുക. പക്ഷേ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ചേഞ്ചസ് ഇൻ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട് ആണ്. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഗുണമാണ്, ഗുണത്തിലാണ് മാറ്റം. ചില കുട്ടികൾ കൂടുതൽ വലുതാകും തോറും അവരുടെ ക്യാരക്ടറിൽ മാറ്റം വരും. സ്വഭാവം, അല്ലെ? പഴയ ഭയങ്കര കുറുമ്പൊക്കെ ഉണ്ടായിരുന്നതൊക്കെ കുറുമ്പൊക്കെ മാറി ഒതുങ്ങി. ചിലപ്പോ പഠനത്തിൽ ഇച്ചിരി മോശമായിരുന്ന കുട്ടികൾ വലുതാവുമ്പോഴേക്കും കുറച്ചുകൂടിയൊക്കെ സ്വയം ചിന്തിച്ച് മനസ്സിലാക്കി പഠിക്കാനൊക്കെ അങ്ങനെ മുന്നോട്ടേക്ക് കണ്ടോ. അതൊക്കെ ഡെവലപ്മെന്റ്. പക്ഷെ അത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമോ? എന്തോരം വല്ല പഠനത്തിൽ മാറ്റം വന്നിട്ടുണ്ട്, മെഷർ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അത് മാർക്കുകളായിട്ട് വരും. അല്ലാതെ നമുക്ക് ഇവൻ എത്രത്തോളം ഇവന്റെ ബുദ്ധി വികസിച്ചു, അല്ലെങ്കിൽ അവൻ എത്രത്തോളം ഓർമ്മശക്തി ഇപ്പൊ നിലനിൽക്കുന്നുണ്ട്. നേരത്തെ ഉണ്ടായിരുന്നില്ല, കുറച്ച് ഇപ്പൊ കൂടിയിട്ട് ഓർമ്മയൊക്കെ ഇപ്പൊ നിൽക്കുന്നുണ്ട്, അല്ലെ? ഇതൊക്കെ കുറെ മാറ്റങ്ങൾ നമുക്ക് തന്നെ കൊണ്ടുവരാൻ പറ്റും. ഇപ്പോഴത്തെ പിള്ളേർക്കാണെങ്കിൽ അധികം നേരം ഒന്നും അവർ ഓർത്ത് വെക്കില്ല. പല കാര്യങ്ങളും ഓർത്തിരിക്കാൻ പറ്റുന്നില്ല. അവരുടെ ബ്രെയിൻ അങ്ങനെയാണ്. കാരണം അവരിങ്ങനെ ഇന്ന് ഏറ്റവും കൂടുതൽ ഈ മൊബൈലുകൾ യൂസ് ചെയ്ത് ഒരുപാട് വീഡിയോസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോ ഇത് മുഴുവൻ നമ്മൾ ഇങ്ങനെ എന്താ പറയാ ഇവിടെ ഇങ്ങനെ ഇവരുടെ കിടന്ന് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അതിങ്ങനെ ഓരോന്ന് പുതിയത് കാണുമ്പോൾ പഴയതൊക്കെ അവിടെ കിടന്ന് എല്ലാം കൂടി അങ്ങോട്ട് കൂടിക്കലർന്നേ ഒരു പ്രത്യേക രീതിയിലാണ്. സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേഷൻ കുറയുന്നു അങ്ങനെ വരുമ്പോ. മനസ്സിലായ? കാരണം ഇവര് മുഴുവൻ വിഷ്വൽസ് നമുക്ക് എപ്പോഴും അവിടെ സ്റ്റക്കായി നിൽക്കും. പഠിക്കുന്ന ഇങ്ങനെ ഈ പ്രിന്റഡ് ആയിട്ട് എഴുതിയിരിക്കുന്ന നോട്ടുകൾ വായിക്കുന്നതിനേക്കാൾ കുറച്ച് കൂടുതൽ ദൈർഘ്യം ഏതിനായിരിക്കും അറിയോ? നമ്മൾ കാണുന്ന പല വിഷ്വൽസും ആണ്. സിനിമ കാണാറുണ്ട് നമ്മൾ, അല്ലെ? സിനിമകൾ കാണും. ആ സിനിമയുടെ കഥയൊക്കെ നമ്മൾ എത്ര നാളുകൾ വേണമെങ്കിലും ഓർത്തിരിക്കും. പക്ഷെ നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേക കഥകൾ വായിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ബുക്ക് വായിച്ചു, കഥയിലേക്ക് പോകണ്ട, കഥ വായിച്ച് ചിലപ്പോൾ അവിടെ നിൽക്കുമായിരിക്കും. നമ്മളുടെ പഠിക്കാനുള്ള പുസ്തകങ്ങളിലെ ചില കാര്യങ്ങളൊക്കെ വായിച്ചു, അയ്യോ എന്തൊക്കെയാണോ പഠിച്ചിരുന്നോ എന്നൊക്കെ നമ്മൾ ഓർത്തു പോകും. കാരണം എന്താ? അത് നമ്മുടെ മനസ്സിൽ നിന്ന് പോയി. കാരണം അതിനേക്കാൾ കുറച്ചും കൂടി വിഷ്വൽ ട്രീറ്റുകൾ നമുക്ക് അതിനേക്കാൾ കൂടുതൽ നമ്മുടെ മനസ്സിൽ കൂടി കടന്നു പോകുന്നത് കൊണ്ട് അതൊക്കെ പകുതി മുക്കാലും നമ്മളുടെ ഡിലീറ്റ് ചെയ്തിരിക്കും. മനസ്സിലായോ? അതൊക്കെ ഇതാണ്. അപ്പൊ നമ്മളുടെ ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റിൽ ഉണ്ടാകുന്ന
ഗുണമായിട്ടുള്ള പല കാര്യങ്ങളാണ്. സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നു, നോളജ് ഡെവലപ്പ് ചെയ്യുന്നു, മെമ്മറി ഡെവലപ്ഡ് ആകുന്നു, അല്ലെ? ഇതൊക്കെ നമുക്ക് അളക്കാനൊന്നും പറ്റില്ല. എത്രത്തോളം മെമ്മറി പവർ കൂടി, അല്ലെ? എത്ര എന്താ പറയാ ക്വാണ്ടിറ്റി ഓഫ് എന്താ പറയാ സ്കില്ല് വർദ്ധിച്ചു, ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് റെഫേഴ്സ് ടു ദ ചേഞ്ച് ഇൻ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? രണ്ടാമത്തെ ക്വാണ്ടിറ്റേറ്റീവ് ആണ് ഗ്രോത്ത്, ക്വാളിറ്റേറ്റീവ് ആണ് ഡെവലപ്മെന്റ്. ക്ലിയർ? ഓക്കെ. അടുത്തത് എന്താ? ഇറ്റ് ഡസ് നോട്ട് കണ്ടിന്യൂ ത്രൂ ഔട്ട് ലൈഫ്. ഞാൻ പറഞ്ഞു, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. വെൻ മെച്യൂരിറ്റി ഈസ് അറ്റൈൻഡ്, നമ്മൾ പ്രായപൂർത്തിയായി കഴിയുമ്പോൾ ഒരു സാധനം അവിടെ സ്റ്റോപ്പ് ചെയ്യും. എന്ത്? ഗ്രോത്ത് സ്റ്റോപ്പ് ചെയ്യും. ഒരു പ്രായം ആയിക്കഴിഞ്ഞാൽ, പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ നമ്മളുടെ ഗ്രോത്ത് ഇല്ല, പിന്നെ വളർച്ചയില്ല. ഉയരത്തിലോ അല്ലെങ്കിൽ മറ്റ് നമ്മളുടെ സെല്ലുകളുടെ വളർച്ചയോ അല്ലെങ്കിൽ എല്ലും ഇതൊക്കെ ഇങ്ങനെ നീണ്ടു വരെയോ അങ്ങനെയൊന്നുമില്ല, അല്ലെ? അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്താ പറയാ ചില റെയർ കേസസിൽ മാത്രമാണ്. ചിലപ്പോൾ എന്തെങ്കിലും അസുഖങ്ങൾ കൊണ്ടായിരിക്കാം. അല്ലാതെ ആണെങ്കിൽ, നോർമൽ ആണെങ്കിൽ അതെങ്ങനെയായിരിക്കും? ഒരു മെച്യൂരിറ്റി പീരീഡ് വരുമ്പോ എന്ത് ചെയ്യും? എല്ലാവരുടെയും ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് അത് എൻഡാകും, ഇല്ലാതാകും, അല്ലെ? ആ ത്രൂ ഔട്ട് ലൈഫ് ഒന്നും എല്ലാ ദിവസവും അല്ലെങ്കിൽ എന്താ പറയാ 30 കഴിഞ്ഞാലും 25 കഴിഞ്ഞാലും ഒക്കെ നമ്മളിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണെങ്കിലേ വളർച്ച എവിടെ വരെ എത്തും? ഭയങ്കര പാടാണ്, അല്ലെ? അപ്പൊ അതുകൊണ്ട് ത്രൂ ഔട്ട് ലൈഫിൽ കണ്ടിന്യൂ ചെയ്യുന്ന ഒന്നല്ല ഗ്രോത്ത് എങ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ അൺഎൻഡിങ് പ്രോസസ്. ഡെവലപ്മെന്റ് എന്നാ ഇറ്റ് ഡസ് നോട്ട് എൻഡ് വെൻ മെച്യൂരിറ്റി ഈസ് അറ്റൈൻഡ്. ഒരിക്കലും മെച്യൂരിറ്റി ആയി എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ എത്തി എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മളുടെ ഡെവലപ്മെന്റ് നിൽക്കുന്നില്ല. ഡെവലപ്മെന്റ് ഇങ്ങനെ ഒരു അൺഎൻഡിങ് പ്രോസസ് ആണ്, തുടർന്നുകൊണ്ടേയിരിക്കും, എന്നും കുന്നും. ഓരോ ദിവസവും നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ എന്താ പറയാ ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോന്നിൽ കൂടി ഓരോ ചില കാര്യങ്ങൾ പറയില്ലേ, നമ്മള് ചില പാഠങ്ങൾ നമുക്കൊരു പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ചില അനുഭവങ്ങൾ നമ്മളെ പലതും പഠിപ്പിക്കുന്നു, അല്ലെ? അങ്ങനെ പറയാറില്ലേ? അനുഭവങ്ങൾ നമ്മളെ പലതും പഠിപ്പിക്കാറുണ്ട്. ചില ആളുകളോടുള്ള എന്താ പറയാ കൂടി നമ്മളായിരിക്കുമ്പോ അവരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ, ഇതൊക്കെ നമ്മുടെ ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്. മനസ്സിലായോ? നമ്മൾ ജോലി ചെയ്യുന്നു, ജോലി ചെയ്യുന്നിടത്ത് നമുക്ക് ഏതെങ്കിലും രീതിയിൽ നമുക്കൊരു അപ്രീസിയേഷൻ, നമുക്ക് ആ ജോലി സ്ഥലത്ത് നമുക്കൊരു എന്താ പറയാ ഒരു അംഗീകാരം കിട്ടി, അതും ഒരു ഡെവലപ്മെന്റ് ആണ്. ഒരു വ്യക്തിയുടെ വളർച്ചയ്ക്ക് അത് വളരെയധികം ഹെൽപ്ഫുൾ ആകുന്ന സാധനമാണ്. മനസ്സിലായോ? അപ്പൊ മെച്യൂരിറ്റി എന്ന് പറയുന്നത് ആയി എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യുന്നില്ല, ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്ന പ്രൊസീജിയർ അവിടെ അവസാനിക്കുന്നില്ല. ക്ലിയർ ആയോ? മൂന്നാമത്തെ പോയിന്റ് മനസ്സിലായോ? ഗ്രോത്തിലും ഡെവലപ്മെന്റിലും രണ്ടിലും നോക്കണം കേട്ടോ. ഓക്കെ. കഴിഞ്ഞ ദിവസേ നമ്മൾ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, കാര്യം പറഞ്ഞു ഓർക്കാം. ഞാൻ പെട്ടെന്ന് എന്തോ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നിങ്ങളോട് ടീച്ചറിനോട് ചോദിച്ചിട്ട് ഞാൻ എന്തെങ്കിലും പറയാമെന്ന് പറഞ്ഞിരുന്നോ? നിങ്ങളോടാണോ ഇനി വേറെ ആരോടെങ്കിലും ആണോ? പെട്ടെന്ന് ഓർക്കപ്പെടാണ് കേട്ടാ. പറഞ്ഞിരുന്നോ? ഇല്ലല്ലോ, നിങ്ങളോടെല്ലാം തോന്നുന്നു. വേറെ ടീച്ചറിനോട് ചോദിച്ചിട്ട് എന്തെങ്കിലും ഇൻഫോം ചെയ്യാമെന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നോ? ഇല്ല മാം, മാം പറഞ്ഞിട്ടില്ല. റെക്കോർഡ് ക്ലാസിന്റെ കാര്യം ടീച്ചേഴ്സ് പറയുമെന്നാ പറഞ്ഞ മാം. റെക്കോർഡ് ക്ലാസ്സിന്റെ കാര്യം ജിഷ മിസ് പറഞ്ഞോളൂ എന്നാ മാം പറഞ്ഞേ. റെക്കോർഡ്സിന്റെ റെക്കോർഡ് മറ്റേ ഇതും അല്ലേ, അസൈൻമെന്റുകളൊക്കെ. ഓക്കെ ഓക്കെ. എന്തോ മനസ്സിൽ അങ്ങനെ കിടക്കുന്നത്. ഓക്കെ, അതാ മാം പറഞ്ഞേ. ഓക്കെ ഓക്കെ, താങ്ക് യു. അടുത്തത് ഇനി അപ്പൊ ത്രൂ ഔട്ട് ലൈഫ് സംഭവിക്കുന്ന ഒന്നല്ല, മെച്യൂരിറ്റി ആവുമ്പോ അവസാനിക്കുന്ന ഒന്നാണ് ഗ്രോത്ത്. എന്നാൽ ത്രൂ ഔട്ട് ലൈഫ് അൺഎൻഡിങ് പ്രോസസ് ആയിട്ടുള്ളതാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ഈ പറയുന്ന ഗ്രോത്ത് എന്ന് പറയുന്നത് അതിന്റെ ആ ഒരു അർത്ഥത്തിൽ തന്നെ ഇറ്റ്സ് നാരോ, വളരെ ഇടുങ്ങിയതാണ്. അല്ലെങ്കിൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നതിന്റെ ഒരു ചെറിയൊരു ആസ്പെക്ട് മാത്രമാണ്, ഒരു പ്രത്യേക ഘടകം മാത്രമാണ് ഗ്രോത്ത്. ഡെവലപ്മെന്റിന് വേണ്ടി വരുന്ന ഒരു ഘടകം മാത്രമാണ് ഗ്രോത്ത്. മനസ്സിലായോ? ഒരു ആസ്പെക്ട്, ചെറിയൊരു ആസ്പെക്ട് ആണ്. അത് നമ്മളുടെ ശാരീരികമായിട്ടുള്ള വളർച്ച എന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ. അതേസമയം നമ്മുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു വൈഡർ കോൺസെപ്റ്റ് ആണ്.
ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു ടേം ആണ്. എന്ന് വെച്ചാൽ ഭയങ്കര ഒരുപാട് കാര്യങ്ങളെ സംഗ്രഹിച്ച് അല്ലെങ്കിൽ എന്താ പറയാ അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ടേം ആണ് ഡെവലപ്മെന്റ്. ഒരുപാട് കാര്യങ്ങൾ വരും, അതിനകത്ത് തന്നെ ഗ്രോത്തും വരും. നമ്മുടെ ഡെവലപ്മെന്റിനകത്ത് ഉൾപ്പെടുന്ന ഒരു ആസ്പെക്ട് ആണ് ഗ്രോത്ത്. മനസ്സിലായോ? എന്നാൽ മറ്റേത് ഒരു എന്താ പറയാ നാരോയും ഇത് വൈഡും. നാരോന്റെ ഓപ്പോസിറ്റ് ആണ് വൈഡ് കേട്ടോ. അപ്പൊ നാരോ ഇടുങ്ങിയതാണ്, ഇടുങ്ങിയ ഒരു ആസ്പെക്ട് ആണ്, ഇടുങ്ങിയ ഒരു ടേം ആണ് ഗ്രോത്ത് എങ്കിൽ നമ്മുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇച്ചിരി വൈഡാണ്. കാരണം അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഒരു വ്യക്തിയുടെ ശാരീരികമായിട്ടുള്ള വളർച്ച പ്ലസ് മെന്റൽ, ബിഹേവിയറൽ, കൾച്ചറൽ, അല്ലെ, സൊസൈറ്റൽ, ഇക്കണോമിക്കൽ ഒരുപാട് ആസ്പെക്ട്സ് കൂടി ഉൾപ്പെട്ടിട്ടുള്ള മാറ്റമാണ്. അതുകൊണ്ടാണ് അതിനെ ഒരു വൈഡർ അല്ലെങ്കിൽ വൈഡർ ആൻഡ് കോംപ്രഹെൻസീവ് ടേം എന്ന് പറയാൻ കാരണം. സമഗ്രമായ ഒരു പദമാണ്. മനസ്സിലായോ? നാലാമത്തെ മനസ്സിലായോ? ക്ലിയർ ആയോ? ഓക്കെ. അടുത്തത് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യത്തിലേക്ക് വീണ്ടും വരികയാണ്. ഗ്രോത്ത് മേ ഓർ മെ നോട്ട് ബ്രിങ് ഡെവലപ്മെന്റ്. പറയുന്നത് പെട്ടിയിൽ ഉള്ളത് ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സെന്റൻസ് വായിച്ച് പറയുന്നത് കേട്ടോ. പെട്ടിക്കകത്തുള്ള ആ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന്റെ ഡിഫറൻസ്, അതിന്റെ ആ ഒരു കമ്പാരിസൺ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് അങ്ങനെ സെന്റൻസ് വായിച്ച് പറയുന്നത്. ഗ്രോത്ത് മേ ഓർ മെ നോട്ട് ബ്രിങ് ഡെവലപ്മെന്റ്. വളർച്ച എന്ന് പറയുന്നത്, വളർച്ചയിൽ എന്തുണ്ടാവില്ല എന്ന് പറയുന്നത് മേ ഓർ മെ നോട്ട്, ചിലപ്പോ ഉണ്ടാകാം അല്ലെങ്കിൽ ഇല്ലായിരിക്കാം. എന്ത് ഡെവലപ്മെന്റ്? ചില കുട്ടികൾ വളരുന്നു പക്ഷെ അവരിൽ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നില്ല. എന്നാൽ ഡെവലപ്മെന്റ് ഈസ് പോസിബിൾ വിത്തൗട്ട് ഗ്രോത്ത്. ഡെവലപ്മെന്റ് എന്ന് പറയുന്നതിന് ഗ്രോത്തിന്റെ ആവശ്യമില്ല. ഗ്രോത്ത് ഇല്ല എങ്കിലും ഡെവലപ്മെന്റ് ഉണ്ടാകും. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് അത്. ഇത് ഇങ്ങനെ ഒരു ഡിഫറൻസ് ആയിട്ട് കാണിച്ചിരിക്കുന്നു. ഗ്രോത്തില് ഡെവലപ്മെന്റ് ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. ചില കുട്ടികൾ വളരുന്നുണ്ട് പക്ഷെ വളർച്ചയിൽ ആ ഡെവലപ്മെന്റ് ദൃശ്യമാകുന്നില്ല. എന്ന് വെച്ചാൽ അവരുടേതായ 10, 12 അല്ലെങ്കിൽ 15, 20 വയസ്സുള്ള കുട്ടികളൊക്കെ ചില എന്താ പറയാ വളർച്ച, ശാരീരികമായിട്ടുള്ള വളർച്ച ഓക്കെയാണ് അവരുടെ. ബാക്കിയുള്ള കുട്ടികളെ പോലെ തന്നെ ശരീരത്തിന്റെ ഘടനയിലും മറ്റു കാര്യങ്ങളിലൊക്കെ ഓക്കെയാണ്. പക്ഷേ ബുദ്ധിപരമായിട്ടുള്ള വികസനം അല്ലെങ്കിൽ അവർ തന്നെ സ്വയം മനസ്സിലാക്കിയോ ചിന്തിച്ചോ കാര്യങ്ങൾ നടത്തുന്നില്ല. അങ്ങനെ വരുമ്പോഴാണ് അത് ഡെവലപ്മെന്റ് ആകുക, അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഗ്രോത്തിന് ഡെവലപ്മെന്റ് ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം കേട്ടോ. രണ്ടു വശമുണ്ട്, ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. പക്ഷെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഗ്രോത്ത് ഇല്ല എങ്കിലും ഉണ്ടാകും. അതിന് വേറെ ഉദാഹരണമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഒരുപാട് പൊക്കം ഉയരമൊക്കെ കുറഞ്ഞവര് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നു. കൈ കാലൊക്കെ ഉണ്ടാവാതെ ജനിച്ചവര്, ജന്മനാ തന്നെ അതില്ലാതെ ജനിച്ചവര് ഒത്തിരി കാര്യങ്ങൾ അവരുടേതായ രീതിയിൽ അവർക്ക് പറ്റുന്ന രീതിയിൽ അവരുടെ ടാലന്റ് എടുത്ത് പുറത്തു കൊണ്ടുവന്ന് ഒരുപാട് കാര്യങ്ങൾ കാണിക്കും. നമ്മൾ വീഡിയോസ് ഒക്കെ ഇഷ്ടം പോലെ നല്ല നല്ല സിംഗേഴ്സ് ഉണ്ട്. 2 കൈയൊന്നും ഇല്ലാത്ത എന്താ പറയാ ആള് അല്ലേ, നല്ലൊരു ഡാൻസർ ആണ്. കാലും എനിക്ക് തോന്നുന്നു കാലും ഇല്ലാന്ന് തോന്നുന്നു ഒരു പകുതി ഭാഗം. എന്നിട്ട് നല്ലൊരു ഡാൻസർ ആയിട്ട് കണ്ടോ. ഗ്രോത്ത് ഇല്ലായെങ്കിലും ഡെവലപ്മെന്റ് ഉണ്ട് ആൾക്ക്. ആള് പല കാര്യങ്ങളും മനസ്സിലാക്കി എടുത്ത് പഠിച്ച് എന്താ പറയാ അതിൻ്റെതായ രീതിയിൽ ആള് ഡെവലപ്ഡ് ആയി. അപ്പൊ അതാണ് മറ്റൊരു ഡിഫറൻസ്. ഗ്രോത്ത് മേ ഓർ മേ നോട്ട് ബ്രിങ് ഡെവലപ്മെന്റ്, എന്നാൽ ഡെവലപ്മെന്റ് ഈസ് പോസിബിൾ വിത്തൗട്ട് ഗ്രോത്ത്. മനസ്സിലായോ? 5ാമത്തെ പോയിന്റ് മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ. ഇനി അടുത്തത് എന്താന്ന് നോക്കിയേ. ദ ചേഞ്ചസ് ജനറേറ്റഡ് ബൈ ഗ്രോത്ത് ആർ പെർസീവബിൾ ആൻഡ് ക്യാൻ ബി മെഷർഡ്. നമുക്ക് നോക്കി കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാണ് എന്താ പറയാ ഗ്രോത്ത് കൊണ്ടുണ്ടാകുന്ന മാറ്റം, വളർച്ചയിൽ നിന്നുണ്ടാകുന്ന മാറ്റം. നമ്മൾ വേണമെങ്കിൽ രേഖപ്പെടുത്തിയൊക്കെ വെക്കാറുണ്ട്. ചില കുട്ടികളൊക്കെ ഇങ്ങനെ നമ്മൾ ഉയരം എത്രത്തോളം ചേഞ്ച് ചെയ്യുന്നുണ്ട് അതൊക്കെ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കും ചിലവര്, ഇങ്ങനെ നോട്ട് ചെയ്ത്. നിങ്ങൾ ഇതൊക്കെ എടുത്ത് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഗ്രോത്ത് ഡെവലപ്മെന്റ് ഇൻ ചിൽഡ്രൻ എന്നൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും അധികം കാണിക്കുന്നത് ഇങ്ങനെ കുറച്ച് പടം ഉണ്ടാകും. കുട്ടികളെ ഇങ്ങനെ പടം പോലെ ഇങ്ങനെ വരച്ചു വെച്ചിട്ടേ ആദ്യം 1 വയസ്സായിരുന്നപ്പോ കുട്ടിയുടെ ഉയരം, 2 വയസ്സായിരുന്നപ്പോ ഇച്ചിരി കൂടി പൊക്കത്തിൽ അതങ്ങനെ മാർക്ക് ചെയ്ത് ഒരു ഗ്രാഫ് പോലെ ഇങ്ങനെ വരച്ചൊക്കെ കാണിക്കുന്ന ഫിഗേഴ്സ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഈ ഗ്രോത്ത് കൊണ്ട് അത് നമുക്ക് കണ്ടറിഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും, മെഷർ ചെയ്ത് വെക്കാൻ പറ്റും. അതേസമയം ഡെവലപ്മെന്റ് ഇറ്റ്സ് നോട്ട് പെർസീവബിൾ, നമുക്ക് മനസ്സിലാക്കാൻ എടുക്കാൻ പറ്റില്ല, അല്ലെ? അതുകൊണ്ട് തന്നെ മെഷർ ചെയ്യാനും പറ്റില്ല. എല്ലാ ആളുകളോട് ഇപ്പൊ ഡെവലപ്മെന്റ് കൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങള് നമുക്ക് എത്രത്തോളം ഉണ്ടായി മാറ്റം, അല്ലെ? എങ്ങനെയായിരുന്നു അതൊന്ന് മെഷർ ചെയ്ത് ഒരു മെഷർമെന്റ്, ഒരു യൂണിറ്റ് ഓഫ് മെഷർമെന്റിലേക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ കിലോഗ്രാം ആയിട്ടാ
അല്ലെങ്കിൽ എണ്ണമായിട്ടാ സെന്റിമീറ്റർ ആയിട്ടാ കിലോമീറ്റർ ആയിട്ടൊന്നും അളന്ന് രേഖപ്പെടുത്താൻ പറ്റുമോ, തിട്ടപ്പെടുത്താൻ പറ്റുമോ ഡെവലപ്മെന്റിനെ? പറ്റില്ല. എന്നാൽ അതേസമയം ഗ്രോത്തിനെ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്തി മെഷർ ചെയ്യാൻ പറ്റും. അത് നമുക്ക് സെന്റിമീറ്ററിലോ ഇപ്പൊ വെയിറ്റ് ഒക്കെ ആണെങ്കിൽ കിലോഗ്രാമിലോ അല്ലെ ഒക്കെ നമുക്ക് രേഖപ്പെടുത്താൻ പറ്റുന്ന ഒന്നാണ്. എണ്ണത്തിലോ അല്ലെ എത്ര ടീത്ത് കൂടിയിട്ടുണ്ട്, എത്ര എണ്ണം വന്നിട്ടുണ്ട് പല്ലുകള് അതൊക്കെ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റും അല്ലെ. അപ്പൊ അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ ചേഞ്ചസ് ജനറേറ്റഡ് ബൈ ഗ്രോത്ത് പെർസീവബിൾ ആണ്, മെഷർ ചെയ്യാൻ പറ്റുന്നതാണ്. നേരെ തിരിച്ച് ഡെവലപ്മെന്റ് മെഷർ ചെയ്യാൻ പറ്റുന്നതുമല്ല, അതേസമയം തന്നെ ആർ നോട്ട് പെർസീവബിൾ. മനസ്സിലായോ? And the last one, growth is structural. സ്ട്രക്ചറൽ ഉണ്ടാകുന്ന മാറ്റം, ഘടനയിൽ ഉണ്ടാകുന്ന മാറ്റമാണ് ഗ്രോത്ത്. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഫങ്ഷണൽ ആണ്. നമ്മളുടെ പ്രവർത്തനങ്ങളിലാണ് ഡെവലപ്മെന്റ് കാണേണ്ടത്. ഞാൻ പ്രവർത്തിക്കുന്നത്, ഞാൻ ഇത്ര വയസ്സായ ആളാണെങ്കിൽ എന്റെ പ്രവൃത്തിയിൽ ഞാനത് പ്രകടമാക്കണം അല്ലെ. അല്ലാതെ ഞാൻ കുട്ടികളെ പോലെ പ്രവർത്തിച്ചാൽ ദർ ഇസ് നോ ഡെവലപ്മെന്റ്. ഇത്രയും വണ്ണവും പൊക്കവും ഒക്കെ ആയിട്ട് ഇത്ര പ്രായമായിട്ട് ഒരു കുട്ടിയുടെ രൂപത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ദർ ഈസ് നോ ഡെവലപ്മെന്റ് ഇൻ മീ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അപ്പൊ ഡെവലപ്മെന്റ് പ്രവൃത്തിയിൽ കാണണം, മറ്റേത് എവിടെ കാണണം? സ്ട്രക്ചർ, ഘടനയിൽ കാണണം. അതുകൊണ്ടാണ് ഗ്രോത്ത് ഈസ് സ്ട്രക്ചറൽ ആൻഡ് ഡെവലപ്മെന്റ് ഈസ് ഫങ്ഷണൽ എന്ന് പറയുന്നതിന്റെ കാരണം. ക്ലിയർ ആയോ? മനസ്സിലായോ? പെട്ടി മുഴുവനും അല്ലെ. അപ്പൊ ഇതാണ് നമ്മളുടെ ഗ്രോത്തും ഡെവലപ്മെന്റും കുട്ടികളിൽ ഉണ്ടാകുന്ന രണ്ട് കാര്യങ്ങളാണ്. ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് പറയുന്നത് കേട്ടോ. അതൊന്ന് ടിക്കറ്റ് വെച്ചേക്ക്. ആ ടേബിള് ഇമ്പോർട്ടന്റ് ആണെന്നൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക്. ഓക്കെ, ഇനി അടുത്തത് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ് ആണ്. പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ് എന്താണ്? പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ തത്വം അല്ലെ, ഡെവലപ്മെന്റിന്റെ തത്വങ്ങൾ, നമ്മളുടെ വികസനത്തിന്റെ തത്വങ്ങളാണ് പറയാൻ പോകുന്നത്. ഡെവലപ്മെന്റ് ഇതും ഇതുപോലെ തന്നെ എല്ലാം ഒന്നും കാണാതെ ഒന്നും പഠിക്കണ്ട. 2-3 പോയിന്റ് ഞാനൊന്ന് ടിക്ക് ചെയ്യാൻ പറയാം, അതൊന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചിരുന്നാൽ മാത്രം മതി കേട്ടോ. യെസ്, എന്താണ് ഒന്നാമത്തേത്? നമുക്ക് കുട്ടികളില് എന്തെങ്കിലും തരത്തിലുള്ള അവരുടെ ഡെവലപ്മെന്റ് അനുസരിച്ച് അവർക്ക് ഓരോ ടാസ്കുകൾ കൊടുക്കാൻ പറ്റും. അതാണ് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പൊ 1 വയസ്സുള്ള കുട്ടിയെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യിപ്പിക്കുന്നു, 2 വയസ്സുള്ള കുട്ടിയെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യിപ്പിക്കുന്നു, 3 വയസ്സ്, അങ്ങനെ വയസ്സുകളുടെ വ്യതിയാനത്തിൽ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ടാസ്കുകൾ മാറും അല്ലെ. അങ്ങനെയുള്ള സ്കൂളുകളിൽ അങ്ങനെയല്ലേ. LKG കുട്ടികളെ എന്താണ് പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ അവരെ ശീലിപ്പിക്കുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെ. അല്ലാണ്ട് LKG പഠിക്കുന്ന കുട്ടിക്ക് കൊണ്ടുപോയി 5ാം ക്ലാസ്സുകാരന് പഠിപ്പിക്കുന്ന കാര്യത്തെ കുറിച്ച് കൊടുത്തിട്ട് ആ ടാസ്ക് ചെയ്യാനായിട്ട് പറയാൻ പറ്റുമോ? പറ്റില്ല അല്ലെ. അവർ പടിപടിയായിട്ടാണ് വളരേണ്ടത്. അപ്പൊ ഡെവലപ്മെന്റ് ഹെൽപ്പ് us to provide age appropriated task to children. കുട്ടികളുടെ പ്രായത്തിന് അനുസരിച്ചുള്ള ടാസ്കുകൾ കൊടുക്കാൻ ഡെവലപ്മെന്റ് കൊണ്ടാ പറ്റുക. കാരണം അങ്ങനെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അവർക്ക്. 1 വയസ്സായുള്ള കുട്ടിക്ക് കൊടുക്കുന്ന ഫുഡ് അല്ലെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ അവർക്കാണ് അത് കൊടുക്കുക. അത് 2ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 2, 3, 4 ക്ലാസ്സുകളിലേക്കൊക്കെ പോകുന്നതനുസരിച്ച് ടാസ്കുകളിൽ വ്യത്യാസം ഉണ്ടാവും. അതനുസരിച്ച് നമ്മൾ ചെയ്യിക്കും. ഒരു വയസ്സുള്ള കൊച്ചിനോട് നമ്മൾ വീട്ടിൽ വന്നിട്ട് പറയുമോ ആ കൊച്ചിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമോ, വീട്ടിലെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കണം, ആ തുണിയൊന്ന് കഴുകിയിടണം എന്നൊക്കെ പറയാൻ പറ്റുമോ? ഇല്ല. അതേസമയം കുറച്ചുകൂടി വലുതായി വരുമ്പോൾ നമ്മൾ അവരെ കൊണ്ട് പറ്റുന്ന ടാസ്കുകൾ അല്ലെ ചെയ്യിപ്പിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, തുമ്പീനെ കൊണ്ട് കല്ലെടുപ്പിക്കണ പോലെ ആയിപ്പോകും അല്ലെ. അവരെ കൊണ്ട് പറ്റാത്തതല്ല, അവരെ കൊണ്ട് പറ്റുന്നതാണ് നമ്മൾ ചെയ്യിപ്പിക്കുക. അപ്പൊ ഡെവലപ്മെന്റ് ആണത് അല്ലെ. അവർ ഡെവലപ്ഡ് ആയി എന്ന് നമുക്ക് തോന്നുമ്പോഴാണ് നമ്മൾ അങ്ങനെ ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ അവരുടെ ഡെവലപ്മെന്റിനനുസരിച്ചുള്ള ടാസ്കാണ് അവർക്ക് കൊടുക്കുക. അടുത്തത് ഡെവലപ്മെന്റ് ഹെൽപ്പ് us to know what to expect of a child and when to expect it. ഡെവലപ്മെന്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് അറിയാൻ പറ്റും, നമ്മളെ സഹായിക്കുന്നു. കുട്ടികളിൽ നിന്ന് നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, അവരിൽ നിന്ന് എപ്പോഴാണ് നമ്മൾ ഇന്നത് പ്രതീക്ഷിക്കേണ്ടത് അല്ലെ. അവരിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു, എപ്പോൾ പ്രതീക്ഷിക്കണം അവരിൽ നിന്ന്. ഒരു കുട്ടി 5 വയസ്സുള്ള കുട്ടി ഇന്ന കാര്യങ്ങൾ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷയുണ്ട്. അത് ആ ഒരു സമയത്താണ് അവർ ചെയ്യേണ്ടത് എന്നുള്ള പ്രതീക്ഷ. ഇതൊക്കെ അറിയുന്നത് അവരുടെ ഡെവലപ്മെന്റിലൂടെയാണ്. ഈ എന്താ പറയാ 1 വയസ്സിൽ അല്ലെങ്കിൽ 1.5 വയസ്സിൽ കുട്ടി നടക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അല്ലെ. അവർ 1.5 വയസ്സിൽ തന്നെയാണോ നടക്കുന്നത്? അത് അവരുടെ ഡെവലപ്മെന്റ് നോക്കിയിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക.
ഇരിക്കുന്നു, എഴുന്നേൽക്കുന്നു, പിടിച്ചു നിൽക്കുന്നു, അല്ലെ, പതുക്കെ പതുക്കെ പിച്ച വയ്ക്കുന്നു, പിന്നെ ഓടാൻ തുടങ്ങുന്നു. ഇങ്ങനെ പടിപടിയായിട്ടാണ് ഓരോ കാര്യം ചെയ്യാം. അപ്പൊ ഡെവലപ്മെന്റ് നമ്മളുടെ കുട്ടികളിൽ നിന്ന് നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം, അത് എപ്പോൾ പ്രതീക്ഷിക്കാം എന്നുള്ളതിന് സഹായിക്കുന്നതാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഫസ്റ്റ് സെക്കൻഡ് പോയിന്റ് മനസ്സിലായോ? നമ്മൾ 2 പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ മാം. യെസ്. അടുത്തത്, development help us to make children ready for the changes that occur in the place of their body, interest, behavior and their environment. ഇനി നമ്മളെ മറ്റൊരു കാര്യം ഡെവലപ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളെ എന്ത് ചെയ്യാ, ടു മേക്ക് ചിൽഡ്രൻ റെഡി ഫോർ ദ ചേഞ്ചസ്. അവർക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് അവരെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ, അവരുടെ ബോഡി, അവരുടെ ഇൻട്രസ്റ്റ്, താല്പര്യം, അവരുടെ ബിഹേവിയർ, അവരുടെ ചുറ്റുപാട്, ഇതിനനുസരിച്ച് മാറി മാറി വരുന്ന കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റുന്നത് നമുക്ക് ഡെവലപ്മെന്റിലൂടെ മാത്രമാണ്, അല്ലെ? അവരുടെ ബോഡിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അവരുടെ താല്പര്യങ്ങളിൽ, അപ്പൊ ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് അവർക്ക് താല്പര്യമില്ല. അപ്പൊ നമുക്ക് ആ താല്പര്യത്തെ ഏതാണെന്ന് മനസ്സിലാക്കി എടുത്തിട്ട് അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുക. മനസ്സിലായി? അവർ ഏത് എൻവയോൺമെന്റിലാണ്, ഏത് ചുറ്റുപാടിലാണ് ഇരിക്കുന്നത്, അന്നേരം അവർക്ക് എന്താണ് ചെയ്യിപ്പിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് അവരുടെ ഡെവലപ്മെന്റ് നോക്കിയിട്ടാണ്. അല്ലാതെ ഡെവലപ്ഡ് ആകാത്ത കുട്ടികളെ കൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യിപ്പിക്കാൻ പറ്റില്ല, ഡെവലപ്മെന്റ് ചിലപ്പോൾ ഉണ്ടാകാം, ഇല്ലാതിരിക്കാം. നമ്മൾ പറഞ്ഞു നേരത്തെ, ഗ്രോത്തില് ഡെവലപ്മെന്റ് മേ ഓർ മേ നോട്ട് ഒക്കർ എന്നാ പറഞ്ഞത്. ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കും. അപ്പൊ ആ കുട്ടികളുടെ താല്പര്യങ്ങളും കുട്ടികളുടെ സാഹചര്യവും അവസ്ഥയൊക്കെ മനസ്സിലാക്കി അവരുടെ ബോഡി, അവരുടെ ഇൻട്രസ്റ്റ് ഒക്കെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവരെ കൊണ്ട് ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അവരെ കൊണ്ട് അത് എന്ത് ചെയ്യിക്കാനും പറ്റും എന്നുള്ളതൊക്കെ അറിയാൻ പറ്റും ഡെവലപ്മെന്റിലൂടെ. കിട്ടിയോ? മനസ്സിലായില്ലേ? മൂന്നാമത്തെ പോയിന്റ്. ഓക്കെ, യെസ്. അടുത്തത് ഒരു സംശയം. ബിഹേവിയർ എന്ന് വെച്ചാൽ അവരുടെ പെരുമാറ്റ രീതി കൊണ്ട് അതെ, പെരുമാറ്റം, ബിഹേവിയർ, പെരുമാറ്റ രീതികൾ. അടുത്തത്, ഡെവലപ്മെന്റ് ഹെൽപ്സ് ഇൻ ഏർലി ഐഡന്റിഫിക്കേഷൻ ഓഫ് എനി റിട്ടാർഡഡ് ഡെവലപ്മെന്റ്. റിട്ടാർഡഡ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? റിട്ടാർഡഡ് വളർച്ചയിലും ഉണ്ടാകുന്ന വളർച്ച കുറവുകളൊക്കെ ഉണ്ടല്ലോ. റിട്ടാർഡേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് വളർച്ച കുറവ്. ഇപ്പൊ നമ്മള് ഡെവലപ്മെന്റ് നമുക്കറിയാം, ഇന്ന വയസ്സിൽ ഇന്ന കാര്യം കുട്ടി ചെയ്യണം, തന്നെത്താനെ ചെയ്യേണ്ട കാര്യങ്ങൾ വരുന്ന ഒരു സമയമൊക്കെ നമുക്കറിയാം. പക്ഷെ ഇത് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഈ ഡെവലപ്മെന്റ് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വി ക്യാൻ ഐഡന്റിഫൈ ഇറ്റ് ഏർലി. അങ്ങനെയുള്ള എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് നേരത്തെ തന്നെ മനസ്സിലാക്കി എടുക്കാനും പറ്റും. മനസ്സിലായി? നമ്മളെ കുട്ടികളുടെ പോരായ്മകള്, അവരുടെ വളർച്ചയ്ക്ക് ആനുപാതികമായിട്ടുള്ള വികസന കുറവുണ്ടെങ്കിൽ നേരത്തെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നതും ഡെവലപ്മെന്റിലൂടെ തന്നെയാണ്. അപ്പൊ അത് ശ്രദ്ധിച്ചാലും മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഇന്ന് പാരന്റ്സ് ഒക്കെ അത് നേരത്തെ കുട്ടി മനസ്സിലാക്കി എടുക്കുകയാണെങ്കിൽ, നമുക്കറിയാം കൊച്ചു കുട്ടികൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് നേരത്തെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയ അസുഖങ്ങളെ ഭേദമാക്കാൻ പറ്റും. അതേസമയം അതില്ലെങ്കിൽ ഭയങ്കര പാടാണ്. മനസ്സിലായോ? കുറെയൊക്കെ വൈകി കഴിയുമ്പോൾ അസുഖങ്ങളെ ഭേദമാക്കാൻ പാടാണ്. ചെറുതിലെ തന്നെയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പെട്ടെന്നൊക്കെ ഇതുപോലുള്ള അസുഖങ്ങളൊക്കെ കുട്ടികളിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് ഡിറ്റക്ട് ചെയ്ത് എളുപ്പം മാറ്റിയെടുക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ ഇനി റിട്ടാർഡഡ് ഡെവലപ്മെന്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ, വളരെ വികസന കുറവ് കുട്ടികളിൽ, അങ്ങനെയുള്ള വികസനങ്ങൾ ഇല്ല എന്നുള്ളതൊക്കെ നേരത്തെ ഐഡന്റിഫൈ ചെയ്യാനും ഡെവലപ്മെന്റ് സഹായിക്കും. അതൊക്കെ ഡെവലപ്മെന്റിന്റെ പ്രിൻസിപ്പിൾസിൽ വരുന്നതാണ് കേട്ടോ. മീൻസ് വളർച്ച എന്ന് പറയുമ്പോ ഫുഡിന്റെ വളർച്ചയും കൂടി ഇല്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. വികസനം എന്ന് പറഞ്ഞാൽ ബുദ്ധിയുടെ വളർച്ച മറ്റേ വളർച്ചയിൽ വരില്ല, സ്ട്രക്ചറൽ വളർച്ചയിൽ വരില്ല. വെറുതെ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ അത് ബുദ്ധി വളർച്ച വരില്ല. മെന്റൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് തന്നെയാണ് നമ്മളുടെ ഡെവലപ്മെന്റിൽ വരിക. അപ്പൊ മാം ഇപ്പം ഫുഡിന്റെ കാര്യത്തിൽ ഫുഡ് പിള്ളേര് കഴിക്കുന്നില്ലെന്ന് വെച്ചോ, അവർക്ക് ഫുഡിൽ കൂടിയല്ലേ വളർച്ചയും മിനറൽസും കാർബോഹൈഡ്രേറ്റും എല്ലാം ഉണ്ടാകുന്നേ. അത് പറഞ്ഞു പറയും, ഞങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാലോ. എന്താണ് സംശയം ചോദിക്കുന്നത്? പറയും. അതെങ്ങനെ പറയണ്ടേന്ന് എനിക്കറിയത്തില്ല. നമ്മള് ആഹാരം കഴിക്കുന്നതിൽ നിന്നാണ് നമ്മളുടെ വളർച്ച.
എങ്ങനെയുള്ള വളർച്ച? രണ്ട് വളർച്ചയ്ക്കും നമ്മൾ കഴിക്കുന്ന ഫുഡിലെ പല കാര്യങ്ങളും ഉണ്ട്. ഏത് ഫിസിക്കൽ ആയിട്ടുള്ള വളർച്ച, നമ്മുടെ ശരീരത്തിന്റെ ഘടനയിലും ഉണ്ടാകുന്ന വളർച്ചയും അതുപോലെ തന്നെ നമ്മുടെ മെന്റൽ സ്ട്രെങ്ത്തിനും ഒക്കെ കിട്ടുന്ന നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് പല പല സാധനം ഉണ്ടല്ലോ, കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്സ്, മിനറൽസ്, വിറ്റമിൻസ് ഒക്കെ പല കാര്യങ്ങൾക്കുമാണ് ഉപയോഗിക്കുന്നത്. മനസ്സിലായി? ഓരോന്നിനും ഓരോ ഫംഗ്ഷൻ ഉണ്ട്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ ഓരോ ഘടകങ്ങൾക്കും ഓരോ ഫാക്ടേഴ്സിനും അതിൻ്റെതായ പ്രവർത്തനങ്ങളുണ്ട്. മനസ്സിലായോ? ശരീരത്തിന്റെ എന്താ പറയാ, എല്ലിന്റെ വളർച്ചയ്ക്ക് വേണ്ട സാധനം ആയിരിക്കില്ല ശരീരത്തിന്റെ മസിൽസിന് വേണ്ടത്. അപ്പൊ അങ്ങനെ ഓരോന്നിനും വേണ്ട കാര്യങ്ങളാണ് ഓരോ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് കിട്ടുന്ന ഓരോ പ്രോട്ടീൻസ് ആയാലും വൈറ്റമിൻസ് ആയാലും കാൽഷ്യം ആയാലും അതിൻ്റെതായ ഫങ്ഷനിങ് ഉണ്ട്. അപ്പൊ ഓരോന്നും എന്തിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു? മെന്റൽ സ്ട്രെങ്ത്തിന് അല്ലെങ്കിൽ മെന്റൽ ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഫുഡ് ഐറ്റംസ്, അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങള്. അത് കൂടാതെ നമ്മളുടെ മെന്റൽ എന്താ പറയാ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്നതിൽ നിന്ന് മാത്രമല്ല, നമ്മൾ ആയിരിക്കുന്ന സിറ്റുവേഷൻ, നമ്മളുടെ ചുറ്റുപാട്, നമ്മൾ ആരുമായിട്ടൊക്കെ സഹവസിക്കുന്നു അല്ലെ, നമ്മളുടെ ഇൻഹാബിറ്റൻസ് എന്ന് പറയും അതിനെയൊക്കെ ആശ്രയിച്ചു കൂടിയൊക്കെ ഇരിക്കും അല്ലെ. ഇതൊക്കെ ഇതിനകത്ത് ഘടകങ്ങളാണ്. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ സിംപ്ലി ഗ്രോത്ത് ആണ്, വളർച്ച മാത്രമാണ്. അത് സ്ട്രക്ചറൽ ബോഡിയിൽ ഉണ്ടാകുന്ന വളർച്ചയാണ്, അത് മെഷറബിൾ ആണ്. ഇവിടെ എന്താണ് ഇനിയിപ്പൊ അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും മെന്റൽ ആയിട്ടുള്ള ഡെവലപ്മെന്റിൽ എന്തെങ്കിലും പോരായ്മകൾ കുട്ടികൾക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ അവരുടെ ഡെവലപ്മെന്റ് നോക്കി തന്നെയാണ്. ഇപ്പൊ 5 വയസ്സായ കുട്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, പക്ഷെ ഏതെങ്കിലും അത്തരം കുട്ടികൾ 5 വയസ്സിന് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അവൾ ചെയ്യുന്നില്ല എങ്കിൽ നമുക്കത് നേരത്തെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇത്രയായി ആ കുട്ടിയുടെ വയസ്സ്, പക്ഷെ കുട്ടിക്ക് അതിൻ്റെതായ വികസനമില്ല അല്ലെ, എന്ത് കണ്ടെത്താൻ നമുക്ക് സാധിക്കുന്നു നേരത്തെ തന്നെ. മനസ്സിലായോ? ഓക്കെ. അടുത്തത് ഡെവലപ്മെന്റ് ഈസ് എ കണ്ടിന്യൂസ് ആൻഡ് ഇറ്റ് ഇൻവോൾവ്സ് ചേഞ്ചസ്. എപ്പോഴും മാറ്റങ്ങൾ ഉണ്ടാകുന്നതും ഒരു കണ്ടിന്യൂസ്, നേരത്തെ നമ്മുടെ ഡിഫറൻസിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറുമാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് ആണ്, ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും, ഒരിക്കലും നിലയ്ക്കില്ല. ഒരു മനുഷ്യന്റെ അവസാനം വരെ ഡെവലപ്മെന്റ് ഉണ്ട്, മനുഷ്യന്റെ അവസാന ദിവസങ്ങൾ വരെ അല്ലെ. അവന്റെ കൂടെ ഡെവലപ്മെന്റ് അവന്റെ കൂടെയുള്ള ഒരു കാര്യമാണ്, കൂടപ്പുറപ്പ് എന്ന് പറയാം അല്ലെ. ഒരു എൻഡ്ലെസ് പ്രൊസീജിയർ ആണ്, എപ്പോഴും മാറ്റങ്ങൾ വരുന്ന ഒരു കാര്യമാണ് ഡെവലപ്മെന്റ്. മനസ്സിലായോ? പക്ഷെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ മാറില്ല. ഒരു പ്രായം വരെ നമ്മൾ മാറ്റം വന്നു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് മാറ്റങ്ങൾ അധികമില്ല. വലിയ കാര്യമായിട്ട് നമ്മളുടെ എന്താ പറയാ സെല്ലുകൾ എണ്ണം കൂടുകയോ അല്ലെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് വീണ്ടും വീണ്ടും പറയുന്നത് സക്സസീവ് ആണ്, മുന്നോട്ടേക്കാണ് അല്ലെ. സക്സസീവ്, മുന്നോട്ടേക്ക്. നമുക്ക് എന്താ പറയാ ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന്, ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന്, അങ്ങനെ ഡെവലപ്ഡ് ആകുന്നു മനുഷ്യൻ. സക്സസീവ് പ്രൊസീജിയർ കൂടിയാണ്. വീണ്ടും വീണ്ടും അതൊക്കെ തന്നെയാണ്. ഏർലി ഡെവലപ്മെന്റ് ഈസ് മോർ വൈറ്റൽ ദാൻ ലേറ്റർ ഡെവലപ്മെന്റ്. ഏർലി ഡെവലപ്മെന്റ് ഈസ് മോർ വൈറ്റൽ, മോർ ഇമ്പോർട്ടൻസ്. വൈറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇമ്പോർട്ടന്റ്. നേരത്തെ തന്നെ നമ്മൾ ഈ പറയുന്ന വളർച്ചയ്ക്ക് ആനുപാതികമായി വികസനങ്ങൾ വരുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഏതിനേക്കാൾ? ലേറ്റർ ഡെവലപ്മെന്റ്, വൈകി വരുന്ന ഡെവലപ്മെന്റിനേക്കാൾ വളരെ നേരത്തെ തന്നെ ആകുന്നതാണ് കുറച്ചുകൂടി നല്ലതെന്നാണ് പറയുന്നത്. അതൊക്കെ സൈക്കോളജിസ്റ്റുകളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഏർലി ഡെവലപ്മെന്റ് ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ ലേറ്റർ ഡെവലപ്മെന്റ്. വൈകി വരുന്ന ഡെവലപ്മെന്റിനേക്കാൾ കുറച്ചുകൂടി എളുപ്പത്തിൽ നേരത്തെ വരുന്ന ഡെവലപ്മെന്റ് തന്നെയാണ് കൂടുതൽ ഇമ്പോർട്ടന്റ്. പിന്നെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നേടുന്നത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് മെച്യൂറേഷൻ ആൻഡ് ലേണിംഗ്. മെച്യൂരിറ്റി ആകുന്നതിന്റെയും പഠനത്തിന്റെയും എന്താ പറയാ ഒരു ആകെത്തുക, അല്ലെങ്കിൽ അതിന്റെ ഒരു എന്താ പറയാ ഗുണനഫലം എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞത്. അല്ലെങ്കിൽ അതിന്റെ ഒരു ഉൽപ്പന്നം, ഉത്ഭവം ഒക്കെ പറയാം ഡെവലപ്മെന്റ്. അതായത് നമ്മൾ മെച്യൂരിറ്റി ആകുന്തോറും നമ്മൾ ഓരോ കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്നും പുസ്തകങ്ങളിൽ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ പഠിക്കുന്നതും ഒക്കെ കിട്ടുന്നതാണ്. അതിൽ നിന്നൊക്കെ ഉൾക്കൊണ്ട് ഒരു സാധനമാണ് ഡെവലപ്മെന്റ് അല്ലെ. നമ്മള് ചെറിയ കുട്ടിയായിരിക്കുമ്പോ മുതല് അച്ഛൻ്റെ അമ്മയുടെയും കാര്യങ്ങളൊക്കെ അവര് കാണിക്കുന്നത് കണ്ടും കേട്ടൊക്കെ പഠിക്കുന്നു. അതിനുശേഷം കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അംഗനവാടിയിലോ ആശാൻ കളരിയിലൊക്കെ പോകുന്നു. അവിടെ അവര് പഠിപ്പിക്കുന്നതും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നു, കേൾക്കുന്നു, പഠിക്കുന്നു. പിന്നീട് സ്കൂളുകളിലെ KG സെക്ഷനിലേക്ക് പോകുന്നു, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ്, അങ്ങനെ വരുമ്പോ അങ്ങനെ വന്ന് അവിടെ എന്തൊക്കെയാണോ നമ്മൾ പഠിച്ചത് അത് ഒപ്പം പ്ലസ് നമ്മുടെ മെച്യൂറേഷൻ മീൻസ് നമ്മൾ മെച്യൂരിറ്റി, ദ പീരിയഡ് വി അറ്റൈൻ മെച്യൂരിറ്റി, നമ്മൾ പ്രായപൂർത്തിയാകുന്നത് വരെ കിട്ടുന്ന കാര്യങ്ങൾ. ഇതിന്റെ ഒക്കെ ഒരു പ്രോഡക്റ്റ് എന്ന് പറയാം, ഒരു ഉൽപ്പന്നം എന്നൊക്കെ പറയാം നമുക്ക് ഡെവലപ്മെന്റിന്. ഇതിന്റെയൊക്കെ ഒരു ആകെത്തുക. മനസ്സിലായോ? യെസ്.
അടുത്തത് there are individual differences in development. ഇനി ഈ ഡെവലപ്മെന്റില് എല്ലാവർക്കും ഒരുപോലെയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ട്. മനസ്സിലാവും. വ്യക്തിപരമായ രീതിയിൽ ഒരു ആളുടെ ഡെവലപ്മെന്റ് ഇപ്പൊ എന്റെ ഡെവലപ്മെന്റ് ആവില്ല വേറെ ഒരാളുടെ, നമ്മളുടെ എല്ലാവരും, നമ്മളിപ്പോ ഇത്രയും പേര് കൂടി ഇരിക്കുന്നുണ്ട്, നമ്മളുടെ ഓരോരുത്തരുടെയും ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. പക്ഷെ ഓരോരുത്തരും അവരവരുടെ രീതിയിൽ ഡെവലപ്ഡ് ആണ്, അല്ലെ? അവരവരുടെ രീതിയിൽ അവർ ഡെവലപ്ഡ് ആണ്. ഒരാള്, ഞാനിപ്പോ എന്ന് പറയുന്ന ആള് ഇന്നിങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, ഞാൻ എന്റെ രീതിയിൽ ഞാൻ ഡെവലപ്ഡ് ആണ്. വെൻ കമ്പയർഡ് ടു അതേഴ്സ്, ഞാൻ ഇപ്പൊ വേറൊരാളെ ഏതെങ്കിലും ഒരു എന്താ പറയാ വേറെ ഏതെങ്കിലും ഒരു വലിയ ആളുകളെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കുകയാണ്, ഞാനും ആളും ഡെവലപ്ഡ് ആണ്, പക്ഷെ നമ്മളൊരു സെയിം ലെവലിൽ ഡെവലപ്ഡ് അല്ല, വ്യത്യാസം ഉണ്ടായിരിക്കും. മനസ്സിലായല്ലോ? ഓക്കെ. ആൻഡ് ദ ചൈൽഡ് ഡെവലപ്സ് ആസ് യൂണിഫൈഡ് ഹോൾ. യൂണിഫൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കൊച്ചു കുട്ടിയിൽ നിന്ന് ഒരു എന്താ പറയാ ഒരു ഏകീകരിച്ച് എന്ത് കാര്യങ്ങളും ഒരു കുട്ടിയിൽ നിന്നാണ് ഈ പറയുന്ന ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത്. ചെറുതിലെ മുതൽ ചൈൽഡിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്ത് ഒരു യൂണിഫൈഡ് ഹോൾ, ഒരു വലിയ ഒരു ഇതിലേക്ക് നമ്മൾ എന്താ പറയാ ഇതിലേക്കായി മാറുന്നത്. യൂണിഫൈഡ് ആയിട്ടുള്ള ഏകീകൃതമായിട്ടുള്ള ഒരു വലിയ പ്രായപൂർത്തി ഒരാളിലേക്ക് ചൈൽഡ് ഡെവലപ്പ് ചെയ്ത് ആകുന്നു എന്നുള്ളതാണ്. കൊച്ചുകുട്ടിയിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് ഒരു യൂണിഫൈഡ് ഹോൾ ആയിട്ട് ഒരു വ്യക്തിയായിട്ട് മാറുക എന്നുള്ളതാണ് ഡെവലപ്മെന്റിന്റെ മറ്റൊരു കാര്യം, പ്രിൻസിപ്പിൾ. ക്ലിയർ ആയോ? അല്ലാതെ മുകളിൽ നിന്ന് ഇങ്ങോട്ട് താഴേക്കല്ല. അപ്പൊ ദീസ് ആർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ്. അപ്പൊ ഡെവലപ്മെന്റിന്റെ പ്രധാനപ്പെട്ട തത്വങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അതിലൊരു 2-3 സെന്റൻസ് ഒന്ന് ടിക്കിട്ട് വെച്ചേക്കാം. നിങ്ങൾക്ക് താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ് എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. അതുകൊണ്ടാണ് അപ്പൊ ഒന്ന് അണ്ടർലൈൻ ചെയ്യാട്ടാ. ഒന്നാമത്തെ സെന്റൻസിലെ ഞാൻ പറയുന്ന ഭാഗം ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ടു പ്രൊവൈഡ് ഏജ് അപ്രോപ്രിയേറ്റ് ടാസ്ക് ടു ചിൽഡ്രൻ. ടു പ്രൊവൈഡ് ഏജ് അപ്രോപ്രിയേറ്റ് ടാസ്ക് ടു ചിൽഡ്രൻ. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. സെന്റൻസ് ഫുള്ള് വേണ്ട, ഡെവലപ്മെന്റ് ഹെൽപ്പ് അസ് ടു ഒന്നും വേണ്ട. പ്രിൻസിപ്പിൾസിൽ താഴെ പറയുന്നത് ഏതാണെന്ന് ചോദിക്കുമ്പോഴേ ഒന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാ. അടുത്തത് ഏർലി ഐഡന്റിഫിക്കേഷൻ ഓഫ് എനി റിട്ടാർഡഡ് ഡെവലപ്മെന്റ്. സെക്കൻഡ്, അടുത്തത് അണ്ടർലൈൻ ചെയ്യേണ്ടത് ഏർലി ഐഡന്റിഫിക്കേഷൻ ഓഫ് എനി റിട്ടാർഡഡ് ഡെവലപ്മെന്റ്. ആ ഒരു ഭാഗം. അടുത്തത് കണ്ടിന്യൂസ് ആൻഡ് ഇൻവോൾവ്സ് ചേഞ്ചസ്. കണ്ടിന്യൂസ് ആൻഡ് ഇൻവോൾവ്സ് ചേഞ്ചസ്. അടുത്തത് ദ പ്രോഡക്റ്റ് ഓഫ് മെച്ചുറേഷൻ ആൻഡ് ലേണിംഗ്. ദ പ്രോഡക്റ്റ് ഓഫ് മെച്ചുറേഷൻ ആൻഡ് ലേണിംഗ്. അടുത്തത് ലാസ്റ്റ് വൺ, ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഇൻ ഡെവലപ്മെന്റ്. ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഇൻ ഡെവലപ്മെന്റ്. ഡെവലപ്മെന്റിൽ വ്യക്തിപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ. ഓക്കെ. യെസ്, അടുത്ത നമുക്ക് പഠിക്കാനുള്ള ഭാഗം എന്ന് പറയുന്നത് ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. അപ്പൊ അങ്ങനെയാണെങ്കിലേ നമ്മളുടെ വളർച്ചയെയും വികസനത്തെയും ബാധിക്കുന്ന പല ഘടകങ്ങളും ഉണ്ട്, അല്ലെ? ഫാക്ടേഴ്സും ഉണ്ട്. അതെന്തൊക്കെയാണെന്നാണ് നമ്മളുടെ വളർച്ചയ്ക്ക് ഉതകുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ എന്നൊന്ന് പറഞ്ഞേ. നമ്മൾ വളരണമെങ്കിൽ നമ്മുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ചില ഘടകങ്ങൾ പറയാമോ? കാർബോഹൈഡ്രേറ്റ്, മീൻസ് ഇതാണോ? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, വിറ്റാമിൻ. വളർച്ച മുരടിക്കുക, ജനറ്റിക് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ വളർച്ച ഉണ്ടാവല്ലോ ഒരാളുടെ. നമ്മളുടെ പാരമ്പര്യമായിട്ടുള്ള അല്ലെ ഒക്കെ വരുന്ന പല ഘടകങ്ങളും നമ്മളുടെ വളർച്ചയെയും ബാധിക്കും. ചില ആളുകളെ അങ്ങനെ ബാധിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ചില ആളുകൾക്ക് ചില പേടിയൊക്കെ ഉണ്ടാകും. ഇപ്പൊ എന്തെങ്കിലും ഇതുപോലെയുള്ള ജനറ്റിക് ആയിട്ടുള്ള ചില പ്രശ്നങ്ങളുള്ളവർ നമ്മള് വിവാഹിതരായിട്ട് അവർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയാലോ എന്നൊക്കെയുള്ള പേടി ഭയമൊക്കെ ചില ആളുകളിൽ ഉണ്ടായിരിക്കാം.
അല്ലെ? അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങൾ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനെ എഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. പിന്നെ പാരമ്പര്യമായുള്ള അസുഖങ്ങൾ, പാരമ്പര്യമായിട്ടുള്ള അസുഖങ്ങൾ അല്ലെ, ഹെറിഡിറ്ററി ആയിട്ടുള്ള ചില ജനറ്റിക് ആയിട്ടുള്ള ചില ഡിസീസസ്, ഹെറിഡിറ്ററി ഡിസീസസ്. പാരമ്പര്യ രോഗങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനത്തെ ഉണ്ടോ? പാരമ്പര്യ രോഗങ്ങൾ പറയാൻ പറ്റുമോ? ചിലരിലൊക്കെ ഷുഗർ കണ്ടിന്യൂസ് ചെയ്യുന്ന ഓരോ തലമുറയിലും ഷുഗർ ഒക്കെ വരുന്ന കേൾക്കുന്നു. ഷുഗർ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഷുഗർ ഉണ്ട്, അല്ലെങ്കിൽ ഷുഗറിന്റേതായ ചില സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ ഷുഗർ ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ ഷുഗർ നോക്കി ടെസ്റ്റ് ചെയ്ത് നോക്കി, ലാബിലൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കി ഷുഗർ ഇത്തിരി കൂടുതലാണ്. അപ്പൊ തന്നെ ഡോക്ടർ ചോദിക്കുന്ന അടുത്ത ചോദ്യം എന്തായിരിക്കും? അതെ അതെ, വീട്ടില് അപ്പനോ അമ്മയ്ക്കോ ആർക്കെങ്കിലൊക്കെ ഷുഗർ ഉണ്ടാ ഇത് ചോദിക്കും നമ്മളോട്, ആദ്യമായിട്ട് ചോദിക്കും. അത് തന്നെ അവർ ചോദിക്കുക ആദ്യം, അല്ലെ? അല്ലാണ്ട് നമ്മൾ കഴിച്ച ഷുഗറിന്റെയോ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന മധുര പലഹാരങ്ങളുടെ ആണെന്നൊന്നും ആദ്യം ചോദിക്കില്ല. ആദ്യം ഇത് ചോദിക്കുള്ളൂ, അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി തന്നെ ചോദിക്കുള്ളൂ, കൺട്രോൾ ചെയ്യാൻ പറയുന്നതൊക്കെ. തീർച്ചയായിട്ടും അതും ഗ്രോത്തിനെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ അതേപോലെ നമ്മള് എന്താ ബന്ധത്തിൽ നിന്നൊരു ആളെ വിവാഹം ചെയ്യുമ്പോ അങ്ങനെയും കുട്ടികൾക്ക് അംഗവൈകല്യങ്ങൾ ഉണ്ടാവും എന്നുള്ളത് പറയുന്നു. നമ്മള് ടെസ്റ്റ് ചെയ്യാനായിട്ട് ചെല്ലുമ്പോൾ ബ്ലഡ് റിലേഷൻ, നമ്മള് കുട്ടികളുടെ ഇയർ ടെസ്റ്റിനൊക്കെ ചെല്ലുമ്പോ അവർ ചോദിക്കത്തില്ല ഇതേപോലെ ബന്ധത്തിൽ നിന്ന് ആരെങ്കിലാണോ വിവാഹം ചെയ്തെന്നൊക്കെ ചോദിക്കുമല്ലോ. അങ്ങനെയുള്ളവർക്ക് ഒന്നുകൂടി അത് ടെസ്റ്റ് ചെയ്യുമല്ലോ കുട്ടികൾക്ക്, ഇയർ ടെസ്റ്റ് ഒക്കെ. ജനറ്റിക് ഡിസോർഡേഴ്സിന്റെ ഒരു ഇതാണത്. ജനറ്റിക് ഡിസോർഡേഴ്സിന്റെ ഒരു ഇതാണ്, അതായത് ഒരു ജീൻ തന്നെ കണ്ടിന്യൂസ് ഒരു ഫാമിലി തന്നെ. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതൊക്കെ ഗ്രോത്തിനെ എഫക്ട് ചെയ്യും കുട്ടികൾക്ക്. യെസ്. പിന്നെന്താ അതിന് വേണ്ടിട്ട് നമ്മൾ ഇങ്ങനെ പറയുമല്ലേ, ചില ഗ്രോത്തുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ സ്കിന്നിന്റെ കളറ്, പിന്നെ നമ്മളുടെ ഐസ് അല്ലെ, കണ്ണുകളുടെ സ്ട്രക്ചർ, ഹെയർ, അതുപോലെ ഷേപ്പ് ഓഫ് നോസ് ഒക്കെ, ഇതൊക്കെ നമ്മൾ ഇതുപോലെ ഫിസിക്കൽ ഫീച്ചേഴ്സും നമ്മളുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ എഫക്ട് ചെയ്യുന്ന, ഗ്രോത്തിനെ എഫക്ട് ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ മാസം തികയാതെ പ്രസവിച്ച കുഞ്ഞുങ്ങള്, അതന്നെ പ്രീനേറ്റൽ ആയിട്ടുള്ള അല്ലെ, അങ്ങനെയുള്ള കുട്ടികള്, അതൊക്കെ ഗ്രോത്തിനെ എഫക്ട് ചെയ്യും. അങ്ങനെയുള്ളവർക്ക് ഗ്രോത്തിന് റിട്ടാർഡേഷൻ, വളർച്ച കുറവ്, അപ്പൊ അങ്ങനെയുള്ളതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ട്രീറ്റ്മെന്റുകളൊക്കെ അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ മറ്റേ ഇതിനകത്തൊക്കെ എടുക്കും അല്ലെ, എന്ത് ചെയ്യും പറയാ, നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റിനകത്ത് കുറച്ച് ദിവസം കൂടുതൽ കെയറിംഗ് ഒക്കെ കൊടുത്ത് സ്പെഷ്യൽ കെയർ കൊടുത്തൊക്കെ നോക്കണം. അല്ലെങ്കിൽ അത്തരം കുട്ടികൾ, കാരണം അവര് സമയം തുടങ്ങും അല്ല, അത് തന്നെ കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് പുറത്തേക്ക് വന്നവരല്ലേ, ആ അമ്മയുടെ ഉദരത്തിൽ നിന്ന് കിട്ടേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടാണ് അവർ പുറത്തേക്ക് വന്നേക്കുന്നത്. ആൻഡ് പുറത്തുള്ളതിനെ അവർക്ക് സ്വീകരിക്കാറായിട്ടില്ല. ഈ രണ്ട് കണ്ടീഷൻസ് ഉള്ളതുകൊണ്ട് സ്പെഷ്യൽ കെയർ ആണ് അവർക്ക് കൊടുക്കുന്നത്. അവർക്ക് വേണ്ടി മാത്രമൊക്കെ ICU ഒക്കെ ഉണ്ട്, നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ഒക്കെ ഉണ്ട് നമുക്ക് വേണ്ടി. ഓക്കെ, അപ്പൊ ഇതൊക്കെ കിടത്തിയിരുന്നു. എന്റെ ബ്ലഡ് ഗ്രൂപ്പ് O നെഗറ്റീവ് ആണ്. അപ്പം RS നെഗറ്റീവിന്റെ ഒരു ഇഷ്യൂ ആയിരുന്നു. കാരണം മഞ്ഞപ്പില്ലേ, അത് ടെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അവര് ഓൾറെഡി കയറ്റി തന്നു എന്റെ O നെഗറ്റീവ് ആയ കാരണം. നെഗറ്റീവ് ആയെന്ന് ഓൾറെഡി ഒരു മഞ്ഞപ്പ് ഉണ്ടാവും. അതിന്റെ രണ്ടുപേരെ NICയിലേക്ക് ഡയറക്റ്റ് ചെയ്തു. മീമച്ചർ അല്ല, മെച്ചോർഡ് തന്നെ, പക്ഷെ ഈ മഞ്ഞപ്പ് ഉണ്ടാവും നെഗറ്റീവിന്റെ. യെസ്, അപ്പൊ നമുക്ക് അതിന്റെ ബാക്കി ഭാഗം അടുത്ത ദിവസം എടുക്കാം. ഫാക്ടേഴ്സ് അഫക്റ്റിങ്ങിന്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം എടുക്കാം. ഇത്രയും ഭാഗം നിങ്ങളൊന്ന് വായിച്ചൊക്കെ നോക്കുക കേട്ടാ. യെസ്, എന്തെങ്കിലും ഇന്ന് പ്രത്യേക എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് ഉണ്ടോ നിങ്ങളുടേതായിട്ട്? ഉണ്ടോ? ആരുമില്ലേ? അത് കൊള്ളാലോ. എല്ലാ ദിവസവും MT സ്റ്റുഡൻസിന്റെ ഒരു പാട്ടോ അല്ലെങ്കിൽ ഒരു കഥയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇവിടുന്ന് ടീച്ചേഴ്സ് അപ്പുറത്തെ ക്ലാസ്സുകളിൽ, ഇപ്പൊ നമ്മള് വേറെ ക്ലാസ്സസ് ഒക്കെ ഉണ്ടല്ലോ MTന്റെ, അവിടെ കേൾക്കുമ്പോൾ നമ്മളവിടെ ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ കേൾക്കാറുണ്ട് എല്ലാ ക്ലാസ്സുകളിൽ നിന്നും. അത് MTക്കാർക്ക് വേണ്ടി മാത്രം കൊടുക്കുന്ന ഒരു ആനുകൂല്യമാണെന്ന്. നമ്മളുടെ വേറെ എന്താ പറയാ, വേറെ ബാച്ച് കോഴ്സസ് ഒക്കെ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. അവർക്കൊന്നും ഇല്ലാത്തൊരു എന്താ പറയാ ഒരു ബെനഫിറ്റ് ആണ്, നേട്ടമാണ് നിങ്ങൾക്ക് വേണ്ടി മാത്രം തന്നിരിക്കുന്നത്.
കാരണം അത് അതിന് അങ്ങനത്തെ ആയതുകൊണ്ടാണ് കേട്ടോ. കാരണം ആ കോഴ്സിന്റെ പ്രത്യേകത കൊണ്ടാണ്. മോണ്ടിസോറി ടീച്ചേഴ്സ് ആരാ വേണ്ടവരാ കുട്ടികൾക്ക് കുറച്ച് കുഞ്ഞു കുഞ്ഞു പാട്ടും കുഞ്ഞു കുഞ്ഞ് കഥയോ കവിതയോ ഒക്കെ ഇങ്ങനെ ചൊല്ലിക്കൊടുക്കുക. കവിതയൊക്കെ ചൊല്ലില്ലേ നിങ്ങള്? കവിതകളൊക്കെ കേൾക്കാൻ നല്ല രസമാണ് കേട്ടോ. ഒന്ന് രണ്ടെണ്ണമൊക്കെ ഒന്ന് ആരെങ്കിലും ഒക്കെ ഒന്ന് പഠിച്ചു വെച്ചിട്ട് വരുന്നേ. കവിത ചിലരൊക്കെ മലയാളത്തിൽ പോയൊക്കെ ഉണ്ടായിരുന്നില്ലേ പണ്ടൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന പുസ്തകത്തിൽ. ഇപ്പൊ പിള്ളേർക്ക് പാട്ടൊന്നും പോയൊന്നും പഠിക്കണ്ട കാണാതെ. പണ്ട് 16 വരെയൊക്കെ ഇരുന്ന് കാണാതെ പൊതിച്ചിരുന്ന് വായിച്ച് പഠിച്ച് ടീച്ചറെ എഴുതിപ്പിക്കുന്നതും ഒക്കെ ഉണ്ടായിരുന്നു അല്ലെ. ഇപ്പൊ അതൊന്നുമില്ല. ഇപ്പൊ പോയൊന്നും പഠിക്കൊന്നും വേണ്ട. പോയോ അതൊക്കെ എന്തുകൊണ്ടാന്ന് പിള്ളേര് ചോദിക്കുന്നത്. അപ്പൊ അതിന്റെ ഈണമില്ല. പണ്ടൊക്കെ ഈണത്തിലൊക്കെ ടീച്ചേഴ്സിനൊക്കെ ചൊല്ലിയൊക്കെ തരും അല്ലെ. അപ്പൊ അതൊക്കെ നിങ്ങള് ഇവിടെ ഇത് ഒരു ടെസ്റ്റ് ഡോസ് നടത്തുന്നതാണ് കേട്ടോ. ഇവിടെ ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അല്ല നിങ്ങളുടെ ഇതെല്ലാം കഴിഞ്ഞ് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ശരി, ഒരു മിനിറ്റ്. ഓക്കെ, എന്താന്ന് വെച്ചാ ആരാ പറഞ്ഞ റെഡി ആയത്? ഞാൻ പറയാം. ഒരു ചെറിയ കഥയാണ്. പറയും. എല്ലാം നല്ലതിന് തന്നെ, അതാണ് കഥയുടെ ഹെഡ്ലൈൻ. അപ്പം പണ്ട് പണ്ടൊരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിന് ഒരു ബുദ്ധിമാനായ ഒരു മന്ത്രിയും ഉണ്ടായിരുന്നു. രാജാവിന് നായാട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വിനോദമായിരുന്നു. അങ്ങനെ സമയം കിട്ടുമ്പോഴൊക്കെ രാജാവും മന്ത്രിയും ഭടന്മാരൊക്കെ നായാട്ടിന് പോകുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം നായാട്ടിന് പോകുമ്പം ഒരു അപകടം പറ്റി. രാജാവിന്റെ കൈ മുറിഞ്ഞ് ചോര വന്നു. അപ്പം മന്ത്രി പറഞ്ഞു, എല്ലാം നല്ലതിന് തന്നെ. ഇത് കേട്ട രാജാവിന് ദേഷ്യം വന്നു. എന്റെ കൈ മുറിഞ്ഞ് ചോര വരുമ്പോഴാണ് നല്ലത് തന്നെ എന്ന് പറയുന്നത്. അങ്ങനെ ഈ മന്ത്രിയെ കൊണ്ടുപോയി ജയിലിലടച്ചു എന്ന് രാജാവ് ഭടന്മാരോട് പറഞ്ഞു. അങ്ങനെ ഭടന്മാര് മന്ത്രിയെ ജയിലിലടച്ചു. പിന്നെ രാജാവ് നായാട്ട് തീർന്നു. അങ്ങനെ രാജാവും ഭടന്മാരും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ സിംഹം രാജാവിന്റെ ഭടന്മാരുടെ മുമ്പിലേക്ക് വന്നു. അങ്ങനെ ഇരുന്നപ്പം ഈ സിംഹം വന്നു കഴിഞ്ഞപ്പോ ഭടന്മാർക്കെല്ലാം ഓടാൻ പറ്റി, രാജാവിന് ഓടാൻ പറ്റിയില്ല. അങ്ങനെ രാജാവ് അടുത്തുള്ള ഒരു മരത്തിന്റെ മുകളിൽ കയറി നിന്നപ്പോഴത്തേക്ക് താഴെ വീണു. അങ്ങനെ രാജാവിന്റെ കൈയും തലയൊക്കെ പൊട്ടി ചോരയൊക്കെ വന്നു. ഈ സിംഹം വന്ന് നോക്കിയപ്പോ രാജാവിന്റെ മേത്തുനിന്ന് മൊത്തം ചോരമാണ്. അപ്പൊ ഈ സിംഹത്തിന് ചോരമണമുള്ള ഇറച്ചി സിംഹത്തിന് ഇഷ്ടമല്ലാണ്. അങ്ങനെ സിംഹം പോയി കഴിഞ്ഞ് രാജാവ് വന്നു കഴിഞ്ഞിട്ട് ഭടന്മാരോട് പറഞ്ഞു, ഞാൻ ഈ മരത്തിൽ കയറിയില്ലായിരുന്നെങ്കിൽ സിംഹം എന്നെ തിന്നുമായിരുന്നു, ഞാൻ വീണില്ലായിരുന്നെങ്കിൽ. അപ്പം രാജാവ് പറഞ്ഞു, മന്ത്രിയെ ജയിലിൽ നിന്ന് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഭടന്മാര് മന്ത്രിയെ ജയിലിൽ നിന്നും കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് രാജാവ് പറഞ്ഞു, ഇങ്ങനെ സിംഹം വന്നു, ഇങ്ങനെ മരത്തിൽ വീണ് ചോര വന്നില്ലായിരുന്നെങ്കിൽ ആ സിംഹം എന്നെ തിന്നുമായിരുന്നു. അപ്പൊ മന്ത്രി പറഞ്ഞു, എനിക്ക് മരത്തിൽ കയറാൻ അറിയാം, എനിക്ക് മരത്തിൽ കയറാൻ അറിയില്ല.
അങ്ങനെയാണെങ്കിൽ സിംഹം എന്നെയും തിന്നുമായിരുന്നു എന്ന് പറയും. അങ്ങനെയും മന്ത്രിയുടെ എല്ലാം നല്ലത് തന്നെ എന്നുള്ള ഒരു ഇതിലാണ് രാജാവ് രക്ഷപ്പെട്ടത്. അങ്ങനെ മന്ത്രിക്ക് കുറെ സമ്മാനങ്ങളും പാരിതോഷികങ്ങളൊക്കെ നൽകി നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതെല്ലാം നല്ലത് തന്നെ എന്നുള്ള ഒരു ആത്മവിശ്വാസത്തില് നമ്മൾ നടത്തണം. അതാണ് ഒരു ഈ കഥയുടെ ഒരു അല്ലേ? ഓൾ ഈസ് വെൽ, എല്ലാം നല്ലതിന്. ഓക്കെ, ശരിയാണോ? ചില ജീവിതത്തിലും പല കാര്യങ്ങളും നമുക്ക് സംഭവിക്കുമ്പോൾ നമ്മളൊക്കെ എന്താ സാധാരണ ചെയ്യാറ്? ഈശ്വരനെ കുറ്റപ്പെടുത്തും അല്ലെ? ചീത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോ നമ്മള് എന്താ ദൈവമേ എനിക്ക് മാത്രം ഇങ്ങനെ, ഞാൻ മാത്രം എന്താ ഇങ്ങനെ അല്ലെ, മറ്റുള്ളവർക്കൊന്നും അങ്ങനെ ഇല്ലല്ലോ എന്നൊക്കെ നമ്മൾ സ്വയം നമ്മളങ്ങനെ ചെയ്യാറ്. മനുഷ്യനായി ജനിച്ചവരൊക്കെ അങ്ങനെ ചെയ്യാം. പക്ഷെ നമ്മൾ ഇങ്ങനെയും ശീലിക്കണം. ഇതെല്ലാം നല്ലതിന്, ഇനിയും ദിസ് ടൈം ഓൾസോ വിൽ പാസ് അല്ലെ, ഈ സമയവും കടന്നു പോകും എന്നുള്ള ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. ഇത് എനിക്കിങ്ങനെ തന്നത് ചിലപ്പോ എന്തെങ്കിലും നല്ലതിനായിരിക്കും എന്ന് മനസ്സിലാക്കാനായിട്ട് എല്ലാവരും ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. ഓക്കെ, അപ്പൊ ഒരു നല്ല മെസ്സേജ് ഉള്ള ഒരു സ്റ്റോറി ആയിരുന്നു. ഒരു നല്ല ക്ലാപ്പ് കൊടുക്കാം നമ്മുടെ സാഹിലത്തിന്. ഓക്കെ, അപ്പൊ അടുത്ത ദിവസം ഇതുപോലെ എന്തെങ്കിലും കഥയാണില്ല. അപ്പൊ ഇടയ്ക്കൊക്കെ നമ്മൾ ഇതിപ്പോ ചിലപ്പോ ചിലവരൊക്കെ കേട്ടിരിക്കുന്ന കഥയായിരിക്കും, പക്ഷെ അതൊന്ന് നമ്മൾ ഓർത്തെടുത്ത് അത് പ്രസന്റ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് നമ്മളുടെ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നത്. ഒരു ടീച്ചിങ് ഇതിലേക്കാണ് നമ്മൾ പോകുന്നത് അല്ലെ, ആ മേഖലയിലേക്കല്ലേ ചൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ. അതുകൊണ്ടാണല്ലോ മോണ്ടിസോറി പഠിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇതൊക്കെ എനിക്കറിയാം, ഇതൊക്കെ ഞങ്ങൾക്ക് അറിയുന്ന കഥയാണ്, അറിയാമായിരിക്കാം. സോ ഹൗ ടു പ്രസന്റ്, അതെങ്ങനെ പ്രസന്റ് ചെയ്യും, കുട്ടികളിൽ അങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കും, അതിന്റെ ഉള്ളിലുള്ള ആശയം എന്താണ്, അതിന്റെ പാഠം എന്താണ് കഥയുടെ, കേട്ടോ, അതൊക്കെ നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രം പോരാ, നമ്മൾ എക്സ്പ്രസ് ചെയ്ത് അവർക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കാം. അതിലാണ് കഴിവുകൾ വികസിപ്പിച്ചെടുക്കട്ടെ. അപ്പൊ അതിന് ഇതൊക്കെ നമ്മളുടെ ഒരു വേദിയാണ് കേട്ടോ. മോണ്ടിസോറി ക്ലാസ് റൂം അതിനൊരു വേദിയാണ്. അല്ലാതെ വെറുതെ ഈ പുസ്തകത്തിലുള്ളത് ഇങ്ങനെ വെറുതെ ഇരുന്ന് ഇങ്ങനെ വായിച്ചു പഠിച്ചത് കൊണ്ട് മാത്രമല്ല. ഓക്കെ, സോ അതിനു വേണ്ടി എല്ലാവരും പ്രിപ്പയർഡ് ആകുക. അപ്പൊ അടുത്ത ദിവസം കാണാം. ടാറ്റാ, ബൈ. താങ്ക് യു. Thank you, ma'am. Thank you, ma'am.